നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ ഭാരതം തയ്യാറെടുക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നതും ഭാരതം വഴി പാക് ഉൽപ്പന്നങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ പാകിസ്ഥാനെതിരെ ലോകബാങ്കിനെയും അന്താരാഷ്ട്ര നാണ്യനിധിയെയും സമീപിക്കാൻ കൂടി ഒരുങ്ങുകയാണ് ഭാരതം. നയതന്ത്ര തിരിച്ചടികൾക്കൊപ്പം തന്നെ സൈനിക നീക്കവും ശക്തമാക്കിയിട്ടുണ്ട്. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു, പാകിസ്ഥാനെതിരെ ഭാരതത്തിന്റെ വൻ നീക്കമോ? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്ന അതിഥികൾ BJP പ്രതിനിധിയായി യുവരാജ് ഗോകുൽ, കോൺഗ്രസിന്റെ പ്രതിനിധിയായി പ്രൊഫസർ റോണി കെ ബേബി, മുൻ കരസേനാ ഉദ്യോഗസ്ഥൻ ബ്രിഗേഡിയർ N ബാലൻ, ഒപ്പം വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസിലേക്ക്. ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു രണ്ടാം നയതന്ത്ര നീക്കത്തിലേക്കാണോ ഭാരതം കടന്നിരിക്കുന്നത്? കാരണം പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് പരമപ്രധാനമായ ലക്ഷ്യമാണ്. പാകിസ്ഥാൻ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ പാകിസ്ഥാന് ലഭ്യമാകുന്ന ധനസഹായങ്ങൾക്ക് ഒരു അറുതി വരുത്തുക. കാരണം പാകിസ്ഥാൻ അത് അവരുടെ പൗരന്മാരുടെ ഗുണത്തിനല്ല ഉപയോഗിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്കാണോ ഭാരതം ലോക ബാങ്കിനെയും നാണ്യനിധിയെയും ഒക്കെ സമീപിക്കുന്നതിലൂടെ വ്യക്തമാകുന്നത്? വിവിധ തലങ്ങളിലുള്ള നയതന്ത്ര നീക്കങ്ങളാണ് ഭാരതം ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ലെവൽ എന്ന് പറയുന്നത് സിന്ധു നദീജലം തുറന്നു വിടുന്നതുമായി സംബന്ധിച്ചുള്ള കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കരാർ മരവിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു നീക്കമാണ്. അതിനുശേഷം വിവിധ രാജ്യങ്ങളുമായി നേരിട്ട് നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് ഒരു ധാരണയിലെത്തിയ ശേഷം ഇപ്പോൾ അടുത്ത തലത്തിലേക്ക്, അടുത്ത ലെയറിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെയാണ് പാകിസ്ഥാൻ എവിടെയാണ് ഏറ്റവും അധികം വേദനിക്കുക എന്നിടത്താണ് പ്രയോഗങ്ങൾ നടത്തേണ്ടത്. അവിടെയാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, ഏതാണ്ട് 40 രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും ഉൾപ്പെടുന്ന 37 രാജ്യങ്ങളും 2 അന്താരാഷ്ട്ര സംഘടനകളും ഉൾപ്പെടുന്ന ഒരു കൺസോർഷ്യം. ആ കൺസോർഷ്യത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ IMF വേൾഡ് ബാങ്കും ഒക്കെ നൽകുന്ന ലോൺ വൻതോതിൽ ഡൈവേർട്ട് ചെയ്ത് ഭീകരതയെ സഹായിക്കാനായി പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു എന്ന് ഇന്ത്യ തെളിവുകൾ സഹിതം ആ സമിതിക്ക് മുന്നിൽ ഹാജരാക്കിയാൽ പാകിസ്ഥാന് തുടർന്നുള്ള സഹായം ലഭ്യമാവില്ല. അതുമാത്രമല്ല, പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ, കരിമ്പട്ടിക എന്ന് വേണമെങ്കിൽ പറയാം, ഗ്രേ ലിസ്റ്റിൽ പെടുത്തിയ ഒരു പാരമ്പര്യമുണ്ട്. മുൻകാലങ്ങളിൽ 2018-നും 2022-നും ഇടയ്ക്കുള്ള സമയത്ത് പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിലായിരുന്നു. അതുകൊണ്ട് അതായത് വാകമാറ്റി ചെലവഴിക്കുക, ഡൈവേർട്ട് ചെയ്യുക, അതുപോലെ മറ്റ് രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി ഉപയോഗിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ഈ ഗ്രേ ലിസ്റ്റ് ബാധകമാക്കുക. അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ ഒരു ബെയിൽ ഔട്ട് പാക്കേജിൻ്റെ മധ്യത്തിലാണ്. IMFൻ്റെ ഒരു $7 ബില്യൺ ബെയിൽ ഔട്ട്. അപ്പോൾ ഈ $7 ബില്യൺ സഹായം പാകിസ്ഥാൻ അത്യന്താപേക്ഷിതമാണ്. കാരണം കഴിഞ്ഞ വർഷം നമുക്കറിയാമല്ലോ, കഴിഞ്ഞ വർഷം 2023-ലും 2024-ലും പാകിസ്ഥാൻ അനുഭവിച്ച സാമ്പത്തിക അരാജകത്വം, ഭരണമാറ്റമുണ്ടായി, ഇക്കോണമി താഴെ പോയി, വലിയ തോതിലുള്ള നാണ്യപ്പെരുപ്പമുണ്ടായി, അഷ്ടിക വകയില്ലാത്ത രാജ്യമായി പാകിസ്ഥാൻ മാറി, അടവശിഷ്ട നില തീർത്തും പരിതാപകരമായ അവസ്ഥയിലായി. ഇതെല്ലാം ഇതൊന്ന് ഒരു ഉത്തേജന നടപടികൾ എന്നുള്ള നിലയിൽ വലിയ തോതിൽ പണം പമ്പ് ചെയ്യേണ്ടതുണ്ട്. അന്താരാഷ്ട്ര നാണയനിധിയാണ് ഈ $7 ബില്യൺ സഹായ പദ്ധതി, അത് തിരിച്ചടക്കേണ്ടതുമാണ്. അതുപോലെ വേൾഡ് ബാങ്കിൻ്റെ ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ് ഉണ്ട്. അത് ദീർഘകാല അടിസ്ഥാനത്തിൽ ചെറിയ പലിശ മാത്രം ഈടാക്കിക്കൊണ്ട് തിരിച്ചടക്കേണ്ട പദ്ധതികളാണ്. ഇതെല്ലാം ഒരു കൈകൊണ്ട് വാങ്ങിയെടുക്കുകയും മറ്റേ കൈകൊണ്ട് ഭീകരന്മാരെ കൈയയച്ച് സഹായിച്ച് അയൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ അട്ടിമറിക്കുന്ന നിലപാടുകൾ എടുക്കുമ്പോൾ ഇവിടെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. ഡോണർ ഏജൻസീസ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാന് നേരെ ആ ഒരു ആയുധം ഇതൊരു ആയുധം എന്ന നിലയിലല്ല, ഇതൊരു പുട്ടിങ് തിങ്സ് ഇൻ ഓർഡർ എന്ന് മാത്രം കരുതിയാൽ മതി. കഴിഞ്ഞ സ്വാതന്ത്ര്യാനന്തരം പാകിസ്ഥാൻ 24-ാം പ്രാവശ്യമാണ് ഒരു ബെയിൽ ഔട്ട് പാക്കേജിലേക്ക് പോകുന്നത്. ഇനിയും അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാനാവും? ഏത് പർപ്പസിനാണോ പാകിസ്ഥാൻ പണം സ്വീകരിക്കുന്നത്, ആ ഒരു പർപ്പസിന് വേണ്ടിയാണോ അത് വിനിയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള
ചുമതല ഡോണർ ഏജൻസികൾക്കുണ്ട്, അല്ലെങ്കിൽ അവരെ നയിക്കുന്ന സമിതികൾക്കുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും സൗദി അറേബ്യ, UAE, കുവൈറ്റ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട GCC രാജ്യങ്ങളും എല്ലാം ചേർന്ന 38 രാജ്യങ്ങളും പിന്നെ 2 ഏജൻസികളും ചേർന്ന ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ ഭാരതത്തിൻ്റെ നയതന്ത്ര നീക്കങ്ങൾ ആ ലെവലിലേക്കാണ് നീങ്ങുന്നത്. അവരെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചാൽ പാകിസ്ഥാനുള്ള ധനസഹായം വെട്ടിക്കുറയ്ക്കുകയും ആഭ്യന്തരമായി അത് വലിയ ഞെരുക്കത്തിലേക്ക് വരികയും ഗവൺമെൻറ്റിൻ്റെ സ്ഥിരതയെ തന്നെ ബാധിക്കുകയും ചെയ്യും. നമ്മളൊക്കെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള പരിമിതമായ അർത്ഥത്തിൽ മാത്രമാണ് പാകിസ്ഥാനെതിരെയുള്ള നടപടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്രമണം നടത്തുക, ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ പരിഹാരമാകാം. ഒക്കില്ല, സാധിക്കില്ല. പാകിസ്ഥാന് വേദനിക്കണം. വേദനിച്ചെങ്കിൽ മാത്രമേ സ്വയം തിരിച്ചറിവുണ്ടാകൂ. ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തേണ്ടതുണ്ട്. തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നാളിതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ശരിയോ? ഇവിടെ ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ പാകിസ്ഥാനുള്ളിലുണ്ട്. അപ്പോൾ പിന്നെ അയൽ രാജ്യത്തിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ പണവും പിന്നെ മറ്റ് സംവിധാനങ്ങളും ഉപയോഗിക്കുന്നതിൻ്റെ നൈതികത സ്വന്തം ജനത തിരിച്ചറിയണം. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ അവസരവാദപരമായ നിലപാട് ജനം തിരിച്ചറിയണം. ഫൗജി ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വൻ തുകയാണ് ഈ പറയുന്ന പാകിസ്ഥാൻ്റെ ആസ്തികളുടെ നല്ലൊരു പങ്ക് 50% നേരിട്ടും അല്ലാതെയും എത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ വ്യവസായ സംരംഭങ്ങളിലേക്കാണ്. സിമെൻറ്റ് ആൻഡ് അയൺ ആൻഡ് സ്റ്റീൽ, ഫെർട്ടിലൈസർ, ഇതിൻ്റെ എല്ലാം പിന്നിൽ പാകിസ്ഥാൻ്റെ സൈനികരുടെ സന്ധാരണ വേദിയായ ഫൗജി ഫൗണ്ടേഷനാണ്. ആ ഫൗജി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം സുതാര്യമല്ല. അതുകൊണ്ട് ഒരുപാട് ചെക്കേർഡ് പാസ്റ്റുള്ളൊരു സംഘടനയാണത്. അതുകൊണ്ടാണ് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇപ്പം തന്നെ ഇതം പ്രഥമമായിട്ടാണ് കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ താവളങ്ങൾക്ക് നേരെ, സൈനിക ആസ്ഥാനത്തിന് നേരെ പൊതുജന പ്രക്ഷോഭം കഴിഞ്ഞ വർഷം ഉണ്ടായി. അതുകൊണ്ട് ജനം സൈന്യത്തിന് നേരെ തിരിയുക എന്നത് കെട്ടുകേൾവില്ലാത്ത കാര്യമാണ്. അങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ പാകിസ്ഥാൻ ആഭ്യന്തരമായ സംവിധാനം, സാമ്പത്തിക അവസ്ഥ പരിതാപകരമായിരിക്കണം. അതിലേക്ക് കൂടി വെളിച്ചം വീശുന്ന രീതിയിലുള്ള നടപടികളാണ് ഭാരതം ഇപ്പോൾ നയതന്ത്ര തലത്തിൽ സ്വീകരിക്കുന്നത്. ബ്രിഗേഡിയർ N. ബാലൻ, ഇവിടെ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കാൻ ഭാരതം തയ്യാറെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അടുത്ത ദിവസം മുതൽ തന്നെ സൈനികമായി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ഒരു ധാരണയിലും എത്തിക്കഴിഞ്ഞു. കര, നാവിക, വ്യോമസേനകൾക്ക് അതിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നൽകുകയുണ്ടായി. വലിയ രീതിയിലുള്ള തിരച്ചിൽ തന്നെ ഈ ഭീകരർക്കെതിരെ നടത്തുന്നുമുണ്ട്. പക്ഷേ ഒരൊറ്റ കാര്യമാണ് അവർ മുൻനിർത്തി പറയുന്നത്, ഈ പാക് ഭീകരരെ ജീവനോടെ പിടികൂടുക എന്നുള്ളത്. കാരണം നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള തെളിവുകൾക്ക് ഉപോത്ബലകമാകുന്ന കൂടുതൽ തെളിവുകൾ കൂടി ലോകത്തിന് മുൻപിൽ നിരത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. കാരണം പലപ്പോഴും ഈ സൈനിക നടപടിയെ വിമർശിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ടാണ് ഭീകരരെ പിടികൂടാൻ സാധിക്കാത്തത് എന്നുള്ളതാണ്. അതിനൊക്കെ ഒരു മറുപടിയായി നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ രംഗത്തെ വിദഗ്ധരടക്കം പറയുന്നത്, ഒരുപക്ഷെ നമുക്ക് ഈ 6 അല്ലെങ്കിൽ 10 ഭീകരരെ ഒരുമിച്ച് കൊല്ലാൻ സാധിക്കും. അവർ എവിടെയാണ് തമ്പടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് നമുക്കവരെ വധിക്കാൻ സാധിക്കും. പക്ഷേ അതുപോലെ എളുപ്പമല്ല അവരെ ജീവനോടെ പിടികൂടുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ കാലതാമസം എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അതായത് ഈ ഓപ്പറേഷൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സൈനിക തലത്തിൽ. ഇവർ ഉണ്ട് അല്ലെങ്കിൽ തമ്പടിച്ചിരിക്കാമെന്നുള്ള മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. പിന്നീട് ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മറ്റു പല മേഖലകളിൽ കൂടി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടതാണ്, ശ്രീലങ്കൻ എയർലൈൻസ് ഉൾപ്പെടെയുള്ള എയർലൈനകത്തു വരെ ഒരു പരിശോധന നടത്തുന്ന സാഹചര്യമുണ്ട്. എന്തായാലും പഴുതടച്ചുള്ള ഒരു തിരച്ചിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? ഏതെങ്കിലും രീതിയിലുള്ള കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു പിൻബലം അല്ലെങ്കിൽ ഇവരെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസമാണ് എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അതെ, ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ ഇതൊരു യുദ്ധമാണ്. യുദ്ധം ഒരു മിലിറ്ററി ആക്ഷനിലോ ഒരു ഫൈനാൻഷ്യൽ ആക്ഷനിലോ വാണിജ്യതരത്തോ മാത്രം നിൽക്കുന്നതല്ല. ഇത് അങ്ങനെ ചെയ്താൽ ഒരിക്കലും അതിൻ്റേതായിട്ടുള്ള ഫലം ഉണ്ടാവില്ലെന്ന് അദ്ദേഹം അത് സ്പഷ്ടമാക്കി. മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ സമയത്ത് തന്നെ അതിർത്തി മൊത്തമായിട്ടും സീൽ ചെയ്ത് കാണും. ഈ തിരച്ചിൽ, കോമ്പിംഗ് ഓപ്പറേഷൻസ് അവിടെയുള്ള എല്ലാ താഴ്വരകളിലും ഓരോ സ്ഥലങ്ങളിലും അവർ തമ്പടിക്കാവുന്ന ഏത് സ്ഥലങ്ങളിലും അവിടെയൊക്കെ ഇത് നടക്കുന്നുണ്ടായിരിക്കും. എന്നാലും നമ്മൾ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്, ഈ 4-5 പേർ വന്നിട്ടുള്ളവർ അവർ വളരെ കുറച്ച്
സിഗ്നേച്ചറുകൾ, ഒരു ടാർഗറ്റ് സിഗ്നേച്ചർ എന്ന് വെച്ചാൽ അവരുടെ വളരെ കുറച്ചേ ഉള്ളൂ. ഈ കാടുകളിലും ഈ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾക്ക് നിരീക്ഷിക്കാനായിട്ടുള്ള ഈ ഇൻഫ്രാറെഡ് സൈറ്റ്സോ അല്ലെങ്കിൽ തെർമൽ ഡിവൈസസോ അധികം പ്രാവർത്തികമായി ഫലമുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. ഇവരുടെ കയ്യിലുള്ള കമ്മ്യൂണിക്കേഷൻ സെറ്റ്സ് എന്ന് വെച്ചാൽ അവർ സാറ്റലൈറ്റ് ഫോണുകളായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരെ ഈ സിഗ്നൽ ട്രാഫിക് വെച്ചിട്ട് അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നിരുന്നാലും നമ്മളുടെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളെ കൃത്യമായിട്ടും ഓർക്കണം. ഇവർ എവിടെ ഒളിച്ചിരുന്നാലും, ഏത് മാളത്തിൽ ഒളിച്ചിരുന്നാലും ഇവരെയും ഇവരുടെ പുറകെയുള്ള ശക്തികളെയും കണ്ടുപിടിച്ച് അവർക്ക് ശിക്ഷ നൽകും എന്നുള്ളത് ഒരു ഉറപ്പായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിന് ചിലപ്പോൾ 3-4 ദിവസം വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ 10-12 ദിവസം വേണ്ടി വന്നേക്കാം. ഈ എത്രയും ചെറിയ സംഖ്യയാണ് ടെററിസ്റ്റുകളുടെ ഉള്ളത്, അത്രയും അവരെ പിടിക്കാനായിട്ടുള്ള പ്രയാസങ്ങളും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും എന്നാലും നമ്മുടെ പട്ടാളം സക്ഷമമാണ്. എവിടെയാണെങ്കിലും ഇവരെ പിടിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ശരി, ശ്രീ യുവരാജ് ഗോകുൽ, ഒരു ഭാഗത്ത് രാജ്യം ഒറ്റക്കെട്ടായി ഈ ഭീകരതയ്ക്കെതിരെ പോരാടുമ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടതാണ് അങ്ങേയറ്റം ഖേദകരവും നിർഭാഗ്യകരവുമായ ചില പ്രസ്താവനകൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. CPM-ന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായതും അത് സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിച്ചതും അത് പാകിസ്ഥാൻ ആയുധമാക്കിയതുമെല്ലാം നമ്മൾ കണ്ടതാണ്. അതിന് ശേഷം കോൺഗ്രസിൻ്റെ നേതൃത്വം ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ പരസ്യമായി നടത്തരുത് എന്നുള്ളൊരു ആഹ്വാനം നൽകിയെങ്കിൽ പോലും പലരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. ഇന്നും അതുണ്ടായിരുന്നു. കാരണം ഏതു രീതിയിലുള്ള സർജിക്കൽ സ്ട്രൈക്കാണ് ഭാരതം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയത്, അതിന് തെളിവുണ്ടോ എന്നുള്ള രീതിയിലുള്ള പരാമർശം പോലും വന്നു. CPM-ന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ഒടുവിലായി ജനം TV ക്യാമ്പയിൻ നടത്തുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ കൊച്ചു കേരളത്തിൽ പാകിസ്ഥാൻ എന്നു പേരുള്ള പ്രാദേശിക നാമങ്ങൾ ഉന്മൂലനം ചെയ്യേണ്ടത് അനിവാര്യമല്ലേ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം എത്രമാത്രം വികാരഭരിതനായിട്ടാണ് ആ കാര്യം സംസാരിച്ചത് എന്നുള്ളതാണ്. അങ്ങേയറ്റം ദേഷ്യത്തോടു കൂടിയാണ് ജനം TV റിപ്പോർട്ടറോട് ആ കാര്യത്തിനുള്ള മറുപടിയായി പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ പ്രസക്ത ഭാഗങ്ങൾ കേട്ടതിന് ശേഷം ഞാൻ താങ്കളിലേക്ക് എത്താം. ഒരു ശത്രുരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ആ ശത്രുരാഷ്ട്രത്തിൻ്റെ പേരാ ശത്രുരാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. ഉണ്ടെങ്കിൽ അത് ആ പേരങ്ങനെ നിന്നോട്ടെ, ആ പേരിനൊന്നും മാറ്റാൻ പുറപ്പെടണ്ട. ശ്രീ യുവരാജ് ഗോകുൽ, ശത്രുരാജ്യത്തിൻ്റെ പേരാണോ അതിൻ്റെ അടയാളം? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് അവിടെ നിന്നോട്ടെ, അത് മാറ്റാനൊന്നും ആരും മെനക്കെടണ്ട എന്നാണ് പറയുന്നത്. ഇപ്പോഴും ആരോടാണ് അല്ലെങ്കിൽ ആരുടെ നാവായാണ് ഭാരതത്തിനകത്തുള്ള പ്രതിപക്ഷം പ്രവർത്തിക്കുന്നത്? രോഹിണി, ഇതിനകത്ത് വിഷയത്തിനെ നമ്മൾ രണ്ടായിട്ടാണ് കാണേണ്ടത്. ഒന്ന്, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി തുടക്കത്തിൽ തന്നെ ഒരു നിലപാട് കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് രാഷ്ട്രീയം പറയേണ്ടതല്ല, രാഷ്ട്രത്തിനൊപ്പം നിൽക്കേണ്ടതാണ്, ഗവൺമെൻറ്റിനൊപ്പം നിൽക്കേണ്ടതാണ് എന്നൊരു നിലപാട് അവരെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷവും കോൺഗ്രസിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വപ്പെട്ട പ്രവർത്തകരുടെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ എന്നല്ല നേതാക്കളുടെ ഭാഗത്തു നിന്ന്, സിദ്ധരാമയ്യയുടെ ഭാഗത്തു നിന്നുൾപ്പെടെ കോൺഗ്രസിൻ്റെ ആസ്ഥാന മരുമകനായിട്ടുള്ള ശ്രീ റോബർട്ട് വധേരയുടെ ഭാഗത്തു നിന്നുൾപ്പെടെയുള്ള ഒരു പരിധിവരെ റോബർട്ട് വധേരയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് CWCയുടെ തീരുമാനത്തിന് മുമ്പാണെന്നെങ്കിലും പറയാം. പക്ഷേ അതിനുശേഷവും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള തീർത്തും നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും കുറഞ്ഞ പക്ഷം കോൺഗ്രസ് അത് പിന്നീട് ഔദ്യോഗികമായിട്ട് തിരുത്തുവാനെങ്കിലും തയ്യാറായി എന്നുള്ളത് ആശ്വാസ്യവും അഭിനന്ദനീയവുമാണ്. കാരണം അവരുടെ വർക്കിംഗ് കമ്മിറ്റി തന്നെ KC വേണുഗോപാലിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ കോൺഗ്രസിൻ്റെ താഴെത്തട്ട് വരെ ഉള്ളവർക്ക് വരികയും നിങ്ങൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കരുതെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ദേശീയ പ്രസ്ഥാനം തന്നെയാണ്, ദേശീയത തന്നെയാണ് അവരുടെയും ഐഡിയോളജി ആയിട്ട് നിൽക്കുന്നത്. അതിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും, പക്ഷേ ദേശീയത തന്നെയാണ് കോൺഗ്രസിൻ്റെ ഐഡിയോളജി എന്ന് പറയുന്നത്. അത്തരമൊരു പാർട്ടി ഒരു കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയും ലാൽ ബഹാദൂർ ശാസ്ത്രിയെയും പോലെയൊക്കെ ഉള്ള നേതൃത്വം കൊടുത്തിരുന്ന ഏറ്റവും ഒടുവിൽ നരസിംഹറാവും നമ്മുടെ സീതാറാം കേസരിയും പോലെയൊക്കെയുള്ള നേതാക്കൾ നേതൃത്വം കൊടുത്തിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അപ്പോൾ അതിൻ്റെ ജീവനാഡി എന്ന് പറയുന്നത് ദേശീയത തന്നെയാണ്. ആ ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇത്തരത്തിൽ പാകിസ്ഥാൻ്റേതായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് അവരുടെ അണികളെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലുമൊക്കെ നേതാക്കളെങ്കിലും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുന്ന മാനസികമായ സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. BJP മറ്റൊരു ദേശീയ പ്രസ്ഥാനമായിട്ട് ഉയർന്നു വരുന്ന സമയത്ത്
ദേശീയത ഉയർത്തുന്ന BJPയെ കൗണ്ടർ ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടതുപക്ഷത്തെ പോലെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ശൈലി കോൺഗ്രസ് എവിടെ മുതൽ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയോ അവിടെ മുതൽ കോൺഗ്രസിൻ്റെ കെട്ടുറപ്പും പതനവും ആരംഭിച്ചു തുടങ്ങി എന്നുള്ളതാണ്. നമുക്കറിയാം JNU ക്യാമ്പസിൽ പോയിട്ട് ടുക്കടെ മുദ്രാവാക്യം ഉയർത്തിയ ആൾക്കാർക്ക് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പിന്തുണ കൊടുക്കുന്ന സമയത്ത് ആശയപരമായിട്ട് കോൺഗ്രസ് അവിടെ മരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു അവശിഷ്ട കോൺഗ്രസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയോളജിക്കലി ഇന്ന് നിലനിൽക്കുന്നത്. അത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അടിത്തറ തകർക്കുന്നതാണ്. അത്തരത്തിലൊരു തുടർച്ചയിലേക്ക് വരുന്ന സമയത്ത് അവരുടെ അണികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുത്തൻകൂറ്റുകാരായിട്ടുള്ള കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയില്ല ഈ പ്രസ്ഥാനം എന്താണെന്നും ഈ പ്രസ്ഥാനത്തിന് ഏത് മുതൽ ഇത് ആരംഭിക്കപ്പെട്ടതാണെന്നും അതിൻ്റെ ഒരു ആശയധാര എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടും പലർക്കും ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ പോകുന്നത്. ഈ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പറയുന്ന മൈനോ കുടുംബം അല്ലെങ്കിൽ സോണിയാഗാന്ധി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയിലുള്ള ഡിഫറൻസ് ആണ് അവരെ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. കേരളത്തിൽ വിശിഷ്യ ഇത്തരത്തിലൊരു സാഹചര്യം ലെഫ്റ്റ് ലിബറൽ ഇക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ഒരാൾ സ്ഥിരമായിട്ട് ചാനൽ ചർച്ചകളിലൊക്കെ വരുന്ന ഒരാളാണ്. കഴിഞ്ഞ ലോകകപ്പ് വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് നമ്മുടെ വൺഡേ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ കളി നടക്കുന്ന സമയത്ത് അദ്ദേഹം ഫേസ്ബുക്കിനകത്ത് കുറിച്ചിട്ടത് ഞാൻ പാകിസ്ഥാന് ജയ് വിളിക്കും, ജയ് വിളിച്ചാൽ എന്താ പാകിസ്ഥാൻ സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിനകത്ത് അദ്ദേഹം പോസ്റ്റ് ഇടുകയാണ്. ഫുട്ബോൾ നടക്കുന്ന സമയത്ത് നിങ്ങൾ അർജൻറ്റീനയ്ക്ക് ജയ് വിളിക്കുന്നില്ലേ, നിങ്ങൾ ബ്രസീലിന് ജയ് വിളിക്കുന്നില്ലേ, പിന്നെ പാകിസ്ഥാനെ ജയ് വിളിച്ചാൽ ക്രിക്കറ്റ് കളി കാണുന്ന സമയത്ത് പാകിസ്ഥാനെ ജയ് വിളിച്ചാൽ എന്താ? വളരെ മനോഹരമായിട്ട് പൊതിഞ്ഞു കെട്ടിയാണ് ഈ വിഷം നമ്മുടെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്ന സാഹചര്യമുള്ളത്. ഇതെല്ലാം ഒരു തുടർച്ചയാണ്. ഇതിൻ്റെ എല്ലാം സോഴ്സ് എന്ന് പറയുന്നത് ഒന്നാണ്. ഒരേ ബൗദ്ധിക കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ച് BJP വിരുദ്ധ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യലാണ് എന്നുള്ള തലത്തിലേക്ക് വരെ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ഒരു വിഭാഗം, ഒരു ബൗദ്ധിക വിഭാഗം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വഴിക്ക് പാകിസ്ഥാൻ മുക്കെന്ന് പേരിട്ടാൽ അല്ല ഇനി അത്തരത്തിലുള്ള പേരുകൾ വരുന്ന ഇപ്പോൾ ജിന്നയുടെ പേരിലിട്ടിരുന്നാലോ അവർ തിരിച്ച് നമ്മളോട് ഉറപ്പായിട്ടും ചോദിക്കുന്നേ എന്തുകൊണ്ട് അങ്ങനെ ഒരു പേരിടാൻ പാടില്ല, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം അവർ ചോദിക്കും. ഞാനിപ്പോൾ കുറച്ച് നാളുകളായിട്ടുള്ള ഈ പാകിസ്ഥാനിൻ്റെ ഈ വിഷയം തുടങ്ങിയതിന് ശേഷമുള്ള ചർച്ചകളിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു പാറ്റേൺ ആണ്. വിളിക്കാത്തതാണോ പങ്കെടുക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഒരു ചാനലിലും ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളെ കാണാനില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവർക്കിനി ചാനലിൽ വന്നിട്ട് ഭാരതത്തിന് അനുകൂലമായി സംസാരിക്കേണ്ടി വരുമെന്നുള്ള ഭയമാണോ അതോ ഇനി പാകിസ്ഥാനെതിരെ സംസാരിക്കേണ്ടി വരുമെന്നുള്ള ഭയമാണോ എന്ന് എനിക്കറിയില്ല. ഒരു ചാനലിലും ഞാൻ പങ്കെടുത്ത ഒരു ചർച്ചയിലും ഇതുവരെയും ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ ഈ പറയുന്ന പാകിസ്ഥാൻ്റെ ആക്രമണം നമ്മുടെ നാട്ടിലേക്ക് വന്നതിന് ശേഷമുള്ള ഒരു ചർച്ചയിലും ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു 4-5 ചർച്ചയിലെങ്കിലും ജനം TV ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട്. മറ്റു പല ചാനലുകളുടെയും ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരിടത്തും ഞാൻ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയെ കാണുന്നില്ല. എന്താണ് കാരണം എന്ന് എനിക്കറിയില്ല. ഔദ്യോഗികമായിട്ടോ അനൗദ്യോഗികമായിട്ടോ ഒരാളും വരുന്നില്ല. എന്താണ് അവരുടെ പ്രശ്നമെന്ന് എനിക്കറിയില്ല. അപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്ന പേരിട്ടാൽ എന്താണെന്ന് അദ്ദേഹം ചോദിക്കുന്നതിനകത്ത് അദ്ദേഹത്തിൻ്റെ താല്പര്യം ആരോടാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പാകിസ്ഥാന് ചൈന പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചൈന ഏതറ്റം വരെയും പോകും. കഴിഞ്ഞ ദിവസം UN പോലും വീണ്ടും പോയിട്ട് തീവ്രവാദി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി, അയാളെ തീവ്രവാദിയായി പ്രഖ്യാപിക്കണം എന്നുള്ള നമ്മുടെ ആവശ്യം, ഇന്ത്യയുടെ ആവശ്യത്തിന് അവിടെ വീറ്റോ ചെയ്യുന്നത്, അവിടെ എതിർക്കുന്നത് ചൈനയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സപ്പോർട്ട് മസൂദ് അസർ അദ്ദേഹത്തിന് ആ ഒരു ആ തരത്തിലാണ് ചൈന പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ തുടർച്ചയായതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. എന്തായിരുന്നാലും ശരി തന്നെയാണ്. ഇത്തരത്തിലുള്ള പ്രതീകങ്ങളെ, ഇത്തരത്തിലുള്ള പേരുകളെ, ഇത്തരത്തിലുള്ള സ്തൂപങ്ങളെയൊക്കെ ഇവിടെ പരമാവധി പരിപോഷിപ്പിച്ച് നിർത്തുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ് ഇടതുപക്ഷം എടുക്കുന്നത്. കോൺഗ്രസ് കുറച്ചെങ്കിലും ഒരു അകലം അതിൽ നിന്ന് പാലിക്കുവാൻ വേണ്ടിയിട്ട് ഔദ്യോഗികമായിട്ടെങ്കിലും തയ്യാറായിട്ടുണ്ട് എന്നുള്ള കാര്യം അഭിനന്ദനാർഹമാണ്. പക്ഷേ അത് എത്രത്തോളം അവരുടെ താഴെത്തട്ട് വരെ എത്തുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു ദശകത്തിലധികമായിട്ട് കോൺഗ്രസിൻ്റെ ഒരു വർക്കിംഗ് പാറ്റേൺ പോയിരിക്കുന്നത് ആ ഒരു ശൈലിയിലാണ്. ആ ഒരു ഇനർഷ്യ ഉണ്ടാവുമല്ലോ, പെട്ടെന്നൊരു ബ്രേക്ക് ഇട്ടത് കണക്ക് ഒരു സാധനത്തിന് നിർത്താൻ പറ്റില്ല. ഒരു വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ഓടിയിട്ടേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ കോൺഗ്രസ് അവിടെ നിന്ന് മുകളിൽ നിന്ന് ഒരു തിട്ടൂര് ഇറക്കി എന്നും
പറഞ്ഞുകൊണ്ട് താഴെത്തട്ടിൽ ഇത് ഇത്ര പെട്ടെന്നൊന്നും നിൽക്കാൻ പോകുന്നില്ല, അതൊരല്പം കൂടെ മുമ്പോട്ട് പോയിട്ട് അവർക്ക് പോലും നിർത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതെ, ശ്രീ റോണി കെ ബേബി, അത് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ നാവ് പാകിസ്ഥാനു വേണ്ടിയോ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയായിരുന്നു. കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം രാജ്യം ഒറ്റക്കെട്ടാകേണ്ടുന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്തിനെതിരായ സൈനികരുടെ ആത്മബലം ചോരുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പലരും നടത്തുകയുണ്ടായി. അതിനെതിരെയായിരുന്നു നമ്മൾ ശബ്ദിച്ചത്. ഒരു കാരണവശാലും അത് പാടില്ല എന്നുള്ളത്. ഏറ്റവും ഒടുവിലായി ഇന്ത്യ സഖ്യത്തിനകത്തു നിന്ന് തന്നെ എതിർപ്പ് വന്നതും നമ്മൾ കണ്ടതാണ്. കശ്മീർ മുൻ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും, തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും, മായാവതിയുടെ ഭാഗത്തു നിന്നും ഒക്കെ വന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു എതിർപ്പുണ്ടാകുമ്പോൾ മാത്രം തിരികെ ചിന്തിക്കേണ്ടുന്നൊരു സാഹചര്യമാണോ ഈ വിഷയത്തിൽ? കോൺഗ്രസിന് ആദ്യം മുതൽക്കേ സ്വീകരിക്കേണ്ട ഒരു സമീപനമായിരുന്നില്ലേ ദേശീയതയ്ക്കൊപ്പം നിൽക്കുക, ഭാരതത്തിൻ്റെ ഒറ്റക്കെട്ടായി എല്ലാവരോടൊപ്പം നിൽക്കുക, കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുക എന്നുള്ളത്? ഞങ്ങൾ ദേശീയതയെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോഴും തുടക്കത്തിലേ ഉള്ള കല്ലുകടികൾ ഇപ്പോഴും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് ഏറ്റവും ഒടുവിലായി പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി പറഞ്ഞത് സൈനികർ നേരത്തെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് ഏതെങ്കിലും രീതിയിലുള്ള തെളിവുണ്ടോ എന്നുള്ളൊരു പ്രസ്താവന കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അപ്പോൾ തുടരെ ഇത്തരം പ്രസ്താവനകൾ പാടില്ല എന്ന് പറയുകയും പക്ഷേ തുടരെ അത് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? 2016 ശേഷം നമുക്കറിയാം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന തീവ്രവാദി ആക്രമണങ്ങൾ, അത് ഈ കാശ്മീര്, പഞ്ചാബ് കൂടുതൽ സെന്റർ ചെയ്തുകൊണ്ടുള്ള ആ തീവ്രവാദി ആക്രമണങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉറിയിലുണ്ടായി, അതുപോലെ തന്നെ പത്താൻകോട്ടിലുണ്ടായി, അതിനുശേഷം നമുക്കറിയാം പുൽവാമയിലുണ്ടായി, ഇപ്പോൾ പഹൽഗാമിലുണ്ടായി. പക്ഷെ മുൻപ് ഉണ്ടായിരുന്ന 3 തീവ്രവാദി ഭീകരവാദി ആക്രമണങ്ങളിലും ഉണ്ടാകാതിരുന്ന ഒരു സിറ്റുവേഷൻ ഈ 2025 നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ പഹൽഗാമില് ഈ തീവ്രവാദി ആക്രമണം ഉണ്ടായതിനു ശേഷം പ്രതിപക്ഷത്തെ ഒരുപാട് കടന്നാക്രമിക്കുന്ന രീതിയിൽ BJPയുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ പ്രചരണം ഉണ്ടായിരിക്കുക. നമുക്കറിയാം 2019 ഫെബ്രുവരി മാസം 14 തീയതിയാണ് നമ്മുടെ പുൽവാമയില് നമ്മുടെ 40 ധീര ജവാന്മാര് രക്തസാക്ഷിത്വം വരിച്ചത്. അന്ന് തന്നെ ഒരുപാട് സംശയങ്ങൾ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉയർത്തിയിരുന്നു. ഇതിന്റെ ഈ പറയുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നോ? ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ പട്ടാളക്കാരെ എയർലിഫ്റ്റ് ചെയ്തില്ല? അതിനു പകരം അവരെ ഈ പറയുന്ന പട്ടാള ട്രക്കുകളിൽ അവരെ അയച്ചതല്ലേ ഇങ്ങനെ ഒരു തീവ്രവാദി ആക്രമണത്തിന് പിന്നെ കളമൊരുക്കി കൊടുത്തത്? ഒക്കെ ഈ ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അതിനെ ഒരു രാജ്യസുരക്ഷയുടെ ഭാഗമായി ഉള്ള ഒരു പിന്നെ വിമർശനമായി തന്നെയാണ് കണ്ടുകൊണ്ട് മുന്നോട്ട് പോയത്. അല്ലാതെ പ്രതിപക്ഷത്തെ ഇതുപോലെ കടന്നാക്രമിക്കുന്ന രീതിയിൽ ഉള്ള ഒരു പ്രചരണം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ 2025 വന്നതിന് ശേഷം നമുക്കറിയാം, കാരണം ഒരു ഫുട്ബോൾ മാച്ച് പോലെയല്ല, അല്ലെങ്കിൽ ഒരു കബഡി മത്സരം പോലെയല്ല. ഈ പറയുന്ന പഹൽഗാമില് ഒരു ഇഷ്യൂ ഉണ്ടായി, അപ്പോൾ അല്ലെ തീവ്രവാദി ആക്രമണം ഉണ്ടായി, ഭീകരവാദി ആക്രമണം ഉണ്ടായി. 48 മണിക്കൂറിനകം ഇന്ത്യ ഉടനെ തിരിച്ചടിക്കണം, അല്ലെ ഫുട്ബോൾ മത്സരത്തിൽ ഒരു ഗോൾ വീണാൽ അപ്പോഴേ അത് അടുത്ത ഗോൾ തിരിച്ചടിക്കണം. ആ രീതിയിലല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിനൊരു സമയം ഉണ്ടാകണം, സാഹചര്യം ഉണ്ടാകണം. ഒക്കെ ഒരു പ്രായോഗിക രാഷ്ട്രീയത്തെ മനസ്സിലാക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയത്തിന്റെ സങ്കീർണതകളൊക്കെ മനസ്സിലാക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് വളരെ കൃത്യമായി തന്നെ അതിൻ്റെ അകത്ത് നിലപാടെടുക്കും, സ്റ്റാൻഡ് എടുക്കും. അതിനുള്ള കഴിവ് നമ്മുടെ സർക്കാരിനുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. കാരണം അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. അത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അല്ലാതെ ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ പാകിസ്ഥാനെ തകർക്കുന്ന രീതിയിൽ 48 മണിക്കൂർ അത് തിരിച്ചടിക്കാൻ കഴിയില്ല എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായി ഞങ്ങൾക്കറിയാം. പക്ഷേ നമുക്കറിയാം, ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇവിടെ പിന്നെ BJPയുടെ യുവരാജ് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിന് നന്ദി പറയുകയും വളരെ പോസിറ്റീവായിട്ട് തന്നെ കോൺഗ്രസിന്റെ നിലപാടുകൾ അദ്ദേഹം കാണിക്കുണ്ടായി. ഞങ്ങൾ 3 തവണയാണ്, 2 തവണ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി കൂടി. കാരണം നമുക്കറിയാം, സാധാരണഗതിയില് പിന്നെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി കൂടുന്നത് ഒരു 5 മാസം 6 മാസത്തിൽ ഒരിക്കലൊക്കെയാണ് വർക്കിംഗ് കമ്മിറ്റി. കാരണം കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നവർക്കറിയാം. പക്ഷെ ഈ 2 ആഴ്ചകൾ തന്നെ 2 തവണ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി കൂടി. ഒന്ന് ഈ പറയുന്ന പഹൽഗാം ഇൻസിഡന്റ് ഉണ്ടായതിന് തൊട്ട് പിറ്റേ ദിവസവും, പിന്നെ ഇന്നലെയും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി കൂടി ഞങ്ങൾ ശക്തമായി ഞങ്ങൾ കേന്ദ്ര സർക്കാരിനൊപ്പമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഞങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മുഖം നോക്കാതെ നടപടി എടുക്കും. ആരെങ്കിലും അതിനകത്ത് ഈ പറയുന്ന രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, അറിയാതെ പോലും ഒരു വാക്കോ ഒരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്ര മുതിർന്ന നേതാവാണെങ്കിലും മുഖം നോക്കാതെ നടപടി എടുക്കുമെന്നാണ് വളരെ വ്യക്തമായി തന്നെ അവിടെ പിന്നെ ഞങ്ങളുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി പിന്നെ ഔദ്യോഗിക കത്തായി തന്നെ പിന്നെ സർക്കുലറായി തന്നെ പുറത്തിറങ്ങിയിരിക്കുന്നത്.
പിന്നെ ഇപ്പോൾ ചരൺജിത് ചന്നി ഒരു പ്രസ്താവന നടത്തി. അത് നമ്മൾ അതിനെ ഇത്ര ഒരു ഗൗരവപൂർവമായിട്ട് ഒരു ചർച്ചയിലേക്കാണ് അതിനെ പിന്നെ കോൺഗ്രസ് എന്തോ വലിയ ഗൗരവമായി ഉപയോഗിച്ചു. കാരണം നമുക്കറിയാം ഇന്ത്യയിലുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ആളുകൾക്കുള്ള ഒരു സംശയമാണിത്. നമുക്ക് ആ സംശയത്തെ ദൂരീകരിക്കുന്നതിന് 2016 മുതൽ 2019 ഈ പറയുന്ന ബാലാക്കോട്ടിൽ നടത്തിയ ആക്രമണത്തിൽ നമ്മുടെ തെളിവുണ്ട്. കൃത്യമായി തന്നെ നമ്മുടെ എവിഡൻസ് ഉണ്ട്. അവർ തീവ്രവാദി ക്യാമ്പുകൾ തകർത്തതിന്റെ ഒക്കെ നമ്മുടെ കൃത്യമായ ഫോട്ടോസ് ഉണ്ട്, എവിഡൻസ് ഉണ്ട്. പക്ഷെ നമുക്കറിയാം 2016 ബാലാക്കോട്ടിലെ മുറിയിൽ നടന്ന ആക്രമണത്തിന് ശേഷം നമ്മൾ പറയുന്നത് സർജിക്കൽ സ്ട്രൈക്ക്. നമുക്ക് ആകെ ഒരു തെളിവ് പ്രധാനമന്ത്രിയെ അപമാനിക്കാൻ വേണ്ടി ഒന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു. എന്താ ഈ പറയുന്ന മഴമേഘങ്ങളുള്ള സമയം നോക്കി മാത്രമേ സർജിക്കൽ സ്ട്രൈക്ക് നടത്താവുള്ളൂ എന്ന് ഞാൻ സൈനിക മേധാവികൾക്ക് നിർദ്ദേശം നൽകി. കാരണം അപ്പോൾ അത് പാകിസ്ഥാൻ റഡാറുകളിൽ വരില്ല എന്നുള്ള ഒരു കാര്യം മാത്രം, അത് മാത്രം നമ്മുടെ ഒരു തെളിവായിട്ട് ഈ സർജിക്കൽ സ്ട്രൈക്ക് നടന്നതിന് ഒരു തെളിവായിട്ടുള്ളൂ. കാരണം നമുക്കറിയാം ഇന്ത്യ അതിന്റെ ആക്ച്വലി നടന്നിരിക്കുന്നത് ലൈൻ ഓഫ് കൺട്രോളിൽ നിന്നും ഏതാനും വാര ഇന്ത്യൻ പെട്രോൾ മുന്നോട്ട് പോയി 1-2 പാകിസ്ഥാന്റെ പിന്നെ ഷെൽട്ടറുകൾ ആക്രമിച്ചു, അവർ തിരിച്ചു ആക്രമിച്ചു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്ട്രാറ്റജിക്കലി അല്ലെങ്കിൽ യുദ്ധരംഗത്തൊക്കെ ഉള്ള പ്രാഗൽഭ്യമുള്ള ആളുകളുടെയൊക്കെ ഒരു യഥാർത്ഥ വിലയിരുത്തൽ എന്ന് പറയുന്നത് സർജിക്കൽ സ്ട്രൈക്ക് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്ന രീതിയിൽ നടന്നിട്ടില്ല. പക്ഷെ 2019 നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത്രയും ഞാൻ എന്റെ ഒരു കാര്യം വളരെ കൃത്യമായി ചോദിച്ചോളൂ. ഈ ഞങ്ങൾക്ക് അതിന്റെ വലിയ പ്രതിഷേധമുണ്ട്. അതിവിടെ ജനൻ TV ഔദ്യോഗികമായിട്ട് തന്നെ ആ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. എന്താ കാരണം നമ്മൾ ഒറ്റക്കെട്ടായി യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ഈ ജാതി സെൻസസ് എന്നത് അതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രയോറിറ്റി. ഞാൻ വളരെ കൃത്യമായി ഞങ്ങൾ ചോദിക്കേണ്ട ആഗ്രഹം, ഞങ്ങളുടെ ആവശ്യമായിരുന്നു ജാതി സെൻസസ്, ഞങ്ങൾ അതിനകത്ത് സന്തോഷമുണ്ട്. പക്ഷെ അതാണോ ഇപ്പോൾ ഈ രാജ്യത്ത് ചർച്ചയാക്കേണ്ടിയിരുന്നത്? നിങ്ങളുടെ താല്പര്യം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ താല്പര്യം എന്ന് പറയുന്നത് ബീഹാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണോ, അതോ നമ്മുടെ ആത്യന്തികമായി നമ്മുടെ ശത്രുവായി നിൽക്കുന്ന? കാരണം നമുക്കറിയാം എല്ലാ കാലത്തും നമ്മുടെ ശത്രു എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. നമുക്ക് ഒരിക്കൽ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ രാജ്യത്തെ വിഭജിച്ചുകൊണ്ട് ഒരു ദ്വിരാഷ്ട്രവാദം, ആ ദ്വിരാഷ്ട്രവാദത്തിൽ പാകിസ്ഥാന്റെ എടുത്ത നിലപാട്, കാരണം മതമായിരിക്കണം പിന്നെ ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാനം എന്ന ആ ഒരു നിലപാടിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ എത്ര കാലം പാകിസ്ഥാൻ അവരുടെ നിലപാടുകൾ മാറ്റാതിരിക്കുന്നു അത്രയും കാലം പാകിസ്ഥാൻ നമ്മുടെ 1ാം നമ്പർ ശത്രു തന്നെയാണ്. ആ പാകിസ്ഥാനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഏത് ശ്രമവും, കാരണം ദേശീയ ബോധമുള്ള ഒരു ദേശീയതയുടെ ഒരു ചെറിയ കണികയെങ്കിലും രക്തത്തിൽ അണിഞ്ഞു ചേർത്തിരിക്കുന്നവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല പാകിസ്ഥാന്റെ ആ ക്രിയേഷനും പാകിസ്ഥാന്റെ രൂപീകരണവും ആ പാകിസ്ഥാൻ എന്ന രാഷ്ട്രവും. കാരണം ഇന്ത്യ വിരുദ്ധതയിൽ മാത്രം അടിയുറച്ചു നിൽക്കുന്ന ഒരു രാജ്യം, അല്ലെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇന്ത്യ വിരുദ്ധതയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെ ദുർബലപ്പെടുത്താം, നമ്മുടെ രാഷ്ട്രത്തെ എങ്ങനെ പരിക്കേൽപ്പിക്കാം എന്ന് മാത്രം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രം. ആ രാഷ്ട്രത്തെ ഭൂമുഖത്ത് പോലും പിന്നെ വെച്ച് പുലർത്താൻ പാടില്ല എന്ന കൃത്യമായ നിലപാടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞങ്ങളുടെ പക്ഷെ എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. കാരണം നമ്മുടെ ഒരു വലിയ വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് അത് ഇവിടെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം 2019 2016 ഉണ്ടാകാത്ത ഒരു നരേറ്റീവ് എന്തുകൊണ്ടാണ് 2022 വരുന്നത്? വിമർശനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലേ? അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യസ്നേഹവും രാജ്യസുരക്ഷയും ദേശീയതയും ഒക്കെ നമ്മൾ കാണുന്നതിനപ്പുറത്തേക്ക് ഒരു ലെവലിലേക്ക് പോവുകയാണ്. മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരാളെ അയാൾ പാകിസ്ഥാനെ സിന്ദാബാദ് വിളിച്ചു, അയാൾ വിളിച്ചോ നമുക്കറിയില്ല, ശരിക്കാം ഇല്ലായിരിക്കാം. പക്ഷെ അയാളൊക്കെ അടിച്ചു കൊള്ളുന്ന ഒരു അവസ്ഥയിലേക്ക് അയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണെന്ന് പറയപ്പെടുന്നു. എനിക്കറിയില്ല, പക്ഷെ ഞാൻ പത്രവാർത്ത പക്ഷെ അപകടമായ അവസ്ഥയിലേക്ക് നമ്മുടെ ദേശീയത വളർന്നു പോകുന്നതിനെ നമ്മൾ പിന്നെ വിമർശനത്തോടെ കാണേണ്ടതുണ്ട് എന്ന് കൂടി ഞങ്ങളുടെ രേഖപ്പെടുത്താൻ വേണ്ടി. ശരി, ശ്രീ റോണിക്ക ബേബി, അതോടൊപ്പം ഒരു കാര്യം കൂടി, താങ്കൾ ഇപ്പോൾ ഈ ദേശീയത സൂചിപ്പിച്ചപ്പോൾ ഈ ഭീകരാക്രമണം നടന്നതിന്റെ അടുത്ത ദിവസമാണല്ലോ എക്സ് ഹാൻഡിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രൂപസാദൃശ്യമുള്ള, അതായത് തലയില്ലാത്ത ഒരു രൂപം, എന്നിട്ട് അതിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് സിമ്മദാരി കെ സമയ് ഗായബ് എന്നായിരുന്നു. അതിനായിരുന്നു തികച്ചും പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യകക്ഷികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഇത്തരം നിരുത്തരവാദപരമായ അടിസ്ഥാനരഹിതമായ പരാമർശങ്ങൾ ഈ അവസരത്തിൽ നടത്തുന്നത് ശരിയല്ല. പ്രധാനമന്ത്രി എങ്ങോട്ടും ഒരു ഒളിച്ചോട്ടവും നടത്തിയിട്ടില്ല, പിന്നെ എന്തിനാണ് കോൺഗ്രസ് ഇത്തരം ചില സമീപനങ്ങൾ സ്വീകരിക്കുന്നത് എന്നുള്ളത്. ഒരുപക്ഷെ താങ്കൾ ഈ പറഞ്ഞ ഞങ്ങൾ പാകിസ്ഥാനെതിരെയാണ് നിലകൊള്ളുന്നത് എന്ന് പറയുന്ന ആ ദേശീയബോധം ഒരു നിമിഷമെങ്കിലും ഓർത്തിരുന്നുവെങ്കിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഇത്ര വികലമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് വേണമായിരുന്നു. അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരത്തിൽ വന്നതിന് ശേഷം പാകിസ്ഥാൻ പോലും ഉപയോഗിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരം ചില മണ്ടത്തരങ്ങൾ കാട്ടി എന്നുള്ളത് വസ്തുതയാണല്ലേ? റോബർട്ട് വദ്ര പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞ് ഒഴിയുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇതൊക്കെ നടന്ന കാര്യം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും. നമുക്കറിയാം അത് നമ്മൾ BJPയും കോൺഗ്രസും മാത്രമാണ് ഈ ചർച്ചയിലുള്ളത്.
അപ്പൊ ആ പാർട്ടിയുടെ ഒരു സംഘടനാ രീതിയൊക്കെ അറിയാവുന്ന ആളുകൾക്കറിയാം. ഇതൊന്നും ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളൊന്നും അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല. സോഷ്യൽ മീഡിയ ഇപ്പൊ അജിത് ഈ പറയുന്ന അമിത് മാളവിയ BJPയുടെ സാമൂഹ്യ മാധ്യമം കൈകാര്യം ചെയ്യുന്നതാണ്. ഈ BJP ലീഡർഷിപ്പ് അറിയാത്ത എത്രയോ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ട്വിറ്ററിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിച്ചു. പിന്നീട് അത് തിരുത്തേണ്ടി വന്നിട്ടുണ്ട്, പിന്നീട് അത് പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച ഈ പറയുന്ന കോൺഗ്രസിന് സമൂഹ മാധ്യമത്തിൽ വന്നത് അതിന് 3-4 മണിക്കൂർ മാത്രമേ അതിന്റെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ പറയുന്ന നേതൃത്വത്തിന് അത് മനസ്സിലായപ്പോൾ, അല്ലെ ഇങ്ങനെ ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് അത് പ്രചരിച്ചിട്ടുണ്ട് ബോധ്യപ്പെട്ടപ്പോൾ വളരെ കൃത്യമായി തന്നെ അതിന് തൊട്ടുമുമ്പ് ഞാൻ യുവരാജ് ഗോകുലും ചർച്ചയിൽ തന്നെ ഒരു ചാനലിൽ പങ്കെടുത്തതാണ്. ആ ചർച്ച കഴിഞ്ഞ് ഉടൻ തന്നെ ആ പോസ്റ്റ് അവിടെ പിൻവലിച്ചു. ശരി, പക്ഷെ അത് പത്രമാധ്യമങ്ങളെല്ലാം വലിയ ചർച്ചയാക്കി, ദേശീയ മാധ്യമങ്ങളടക്കം അത് മണിക്കൂറുകൾ ചർച്ച ചെയ്തു. അല്ല നമ്മുടെ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ പറഞ്ഞോട്ടെ. ഈ വിഷയത്തിൽ രണ്ട് തവണ പ്രവർത്തക സമിതി കൂടിയ പാർട്ടി നടക്കുന്നത് ശ്രീ ഗവൺമെന്റാണ്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ശ്രമങ്ങളാണ്. ഇതിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി നിങ്ങൾ പറയാം, BJPയുടെ പോലും ഞാൻ വിമർശിക്കുമല്ല, ദേശീയ എക്സിക്യൂട്ടീവോ ദേശീയ കൗൺസിലോ ഒന്ന് കൂടിയിട്ടുണ്ടോ? പക്ഷെ ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും പരമോന്നത ബോഡിയായിട്ടുള്ള വർക്കിംഗ് കമ്മിറ്റി 2 തവണ കൂടി എല്ലാ ഗവൺമെന്റിന്റെയും ശ്രമങ്ങൾക്ക് രാഹുൽ ഗാന്ധി നേരിട്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. ഗവൺമെന്റിന്റെ എല്ലാ ശ്രമങ്ങൾക്കും പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടും നമ്മൾ ഇങ്ങനെയൊക്കെ ഈ ചർച്ച വഴിതിരിച്ച് വിടേണ്ടതുണ്ടോ എന്നൊരു സംശയമാണ് എനിക്ക് ചോദിക്കാം. ശരി, ശ്രീ യുവരാജ് ഗോകുൽ, ഇവിടെ പ്രൊഫസർ റോണി കെ ബേബി ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കടുത്ത പ്രതിരോധത്തിലാണ് BJPയും കേന്ദ്ര സർക്കാരും. അതുകൊണ്ടാണ് അവർ പ്രതിപക്ഷത്തിനെതിരെ ഇത്തരത്തിൽ വലിയ ശബ്ദമുയർത്തുന്നത് എന്നുള്ളത്. 2, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും സർജിക്കൽ സ്ട്രൈക്ക് ഉൾപ്പെടെയുള്ളവയെ ചോദ്യം ചെയ്തത് സ്വാഭാവികമായ സംശയം മാത്രമാണ്. അവകാശപ്പെട്ട രീതിയിൽ ഈ സർജിക്കൽ സ്ട്രൈക്കുകൾ നടന്നു എന്നതിന് അടിസ്ഥാനമേകുന്ന തെളിവുകളൊന്നും ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളത്. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നതിന് ശേഷം ഒരു മീറ്റിങ്ങുകളും ഉന്നതതലത്തിൽ കൂടിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് ഇനി BJP നേതൃത്വത്തിന്റെ ആവശ്യകതയുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായ ഒരു സംശയമാണ്. ഏറ്റവും ഒടുവിലായി അദ്ദേഹം പറയുന്നത് ഇപ്പോഴത്തെ ഈ ജാതി സെൻസസ് എന്തിന് എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന ആരോപണങ്ങൾ BJPക്കെതിരെ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ആദ്യം പറഞ്ഞ ഒരു വിഷയം, പഹൽഗാം ആക്രമണത്തിന് ശേഷം BJPയും കേന്ദ്ര സർക്കാരും പ്രതിരോധത്തിലാണ്. തീർച്ചയായിട്ടും പ്രതിരോധത്തിലായിരിക്കുമല്ലോ ഒരു കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. കാരണം 26 നമ്മുടെ സിവിലിയൻസ് കൊല്ലപ്പെട്ട് കഴിയുന്ന ഒരു വിഷയമുണ്ടായി കഴിയുമ്പോൾ നമ്മളിവിടെ ആഹ്ലാദിക്കുവാനോ ആഘോഷിക്കുവാനോ നടക്കുവാനോ ഒന്നും നമുക്ക് സാധിക്കില്ലല്ലോ. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രഷർ ഭരിക്കുന്ന കക്ഷിയുടെ പുറത്തുണ്ടാവും. ആ ഭരിക്കുന്ന കക്ഷിയുടെ പുറത്ത് ഒരു തിരിച്ചടിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിയാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ മേലിൽ അത്തരത്തിലുള്ള പ്രഷറൊന്നും ഉണ്ടാവില്ല. അവരൊരിക്കലും പ്രതിരോധത്തിലാകേണ്ടുന്ന സാഹചര്യമില്ല. കാരണം മുംബൈ താജ് അറ്റാക്ക് നടക്കുന്ന സമയത്ത് 26/11 നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. ഇന്ന് 26 സിവിലിയൻസാണ് കൊല്ലപ്പെട്ടതെന്നുണ്ടെങ്കിൽ മുംബൈ താജ് അറ്റാക്കിൽ 166 സിവിലിയൻസാണ് കൊല്ലപ്പെടുന്നത്. സാധാരണ പൗരന്മാർ, ഇന്ത്യൻ സിറ്റിസൺസ് കേട്ടോ, പുറത്തുള്ളവർ വേറെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതും കൂടി ഉൾപ്പെടെയാണോ എന്നറിയില്ല. എന്തായാലും എനിഹോ 166 സിവിലിയൻസ് ഏറ്റവും മിനിമം അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു ഇലയെങ്കിലും പാകിസ്ഥാനിൽ അനക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിന്, അന്നത്തെ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ടോ? ചോദ്യമാണ്, വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. പാകിസ്ഥാനിലെ ഒരു ഇലയെങ്കിലും അനക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടോ? അന്ന് കോൺഗ്രസ് എടുത്ത നടപടികൾക്ക് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയോ അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ആരും എവിഡൻസ് ചോദിക്കാൻ പോകുന്നില്ല. കാരണം ആരും ഒന്നും അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടില്ലെന്നേ. നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആ വഴിക്ക് തിരിഞ്ഞു നോക്കാൻ വേണ്ടി പോലും പോയിട്ടില്ല. നമ്മുടെ പ്രതിരോധ മന്ത്രി പാവപ്പെട്ട ശ്രീ AK ആൻ്റണി ആയിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതായിരുന്നു. കാരണം ശത്രു പെട്ടെന്ന് അതുവഴി ഇറങ്ങി വന്നാലോ, അതുകൊണ്ട് അതിർത്തിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഡെവലപ്പ് ചെയ്യാതിരലായിരുന്നു ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് ശ്രീ AK ആൻ്റണി തന്നെ പാർലമെൻറ്റിൽ പ്രസംഗിച്ച കാര്യമാണ്. അപ്പോൾ അത്രയും ഡിഫെൻസീവ് ആയിരുന്നു ഒരു വിഷയവും ഉണ്ടാകാത്ത കാലഘട്ടത്തിൽ പോലും UPA സർക്കാരുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ പുറകെ നടക്കുക, എവിഡൻസ് ചോദിക്കുക. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സൈന്യം എന്ന് പറയുന്നത്, സൈന്യമാണ് ക്ലെയിം ചെയ്യുന്നത് ഞങ്ങൾ ഇന്നയിടത്ത് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്, ഇന്നത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ടും ക്ലെയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് സംഭവിച്ചു എന്ന് രാജ്യത്തോടും ലോകത്തോടും വിളിച്ചു പറയുന്നത് നമ്മുടെ സൈന്യമാണ് പറയുന്നത്.
ഇന്ത്യൻ ആർമി എന്ന് പറയുന്ന അത്രയും പ്രൊഫഷണൽ അല്ലാത്ത ഒരു സംഗതിയാണ് എന്നാണോ ശ്രീ റോണി കെ ബേബിയും കോൺഗ്രസിൻ്റെ നേതാക്കളും പറയുന്നത്? എനിക്ക് മനസ്സിലായി. ഇപ്പോൾ പ്രധാനമന്ത്രി വന്നിട്ട് പറയണം അതാ ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദ്യം ചെയ്യുക. അവിടെ ഇന്ത്യൻ ഡിഫൻസ്, അത് നേവി ആവട്ടെ ആർമി ആവട്ടെ, അവർ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇന്ന സ്ട്രൈക്ക് അവിടെ നടത്തി കഴിഞ്ഞു, ഇന്നതാണ് അതിൻ്റെ റിസൾട്ട് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും വന്നിട്ട് എന്താണ് നിങ്ങളത് ചെയ്തോ, അതിന് എവിഡൻസ് എവിടെയാണ്? ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇപ്പോഴും എവിഡൻസ് ചോദിച്ചുകൊണ്ട് കിടക്കുന്ന ആൾക്കാരാണ്. കോൺഗ്രസിൻ്റെ കപിൽ സിബൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ദിഗ്വിജയ് സിംഗിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ, ഇവരെല്ലാവരും ഇപ്പോഴും ഈ പറയുന്ന സർജിക്കൽ സ്ട്രൈക്കിൻ്റെ എവിഡൻസ് എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് എന്ത് തരത്തിലുള്ള എവിഡൻസ് ആണ് കൊടുക്കേണ്ടത്? സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്ന സമയത്ത്, ഈ പറയുന്ന എയർ സ്ട്രൈക്ക് ബലാക്കോട്ടി നടക്കുന്ന സമയത്ത് ഇവരുടെ ഏതെങ്കിലും നേതാക്കൾ അതിൽ കെട്ടിവെച്ച് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കണമായിരുന്നോ? അതാണോ ഇവർ പറയുന്ന എവിഡൻസ് എന്ന് പറയുന്നത്? അതിനേക്കാളും നല്ലത് പാകിസ്ഥാനെ ഫോൺ വിളിച്ച് പറയുന്നതാണ് അതെ ഞങ്ങൾ സ്ട്രൈക്ക് നടത്താൻ പോവുകയാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾ BJP ഒന്നും വിശ്വസിക്കേണ്ട. ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മുടെ ഡിഫൻസിനെ, സൈന്യത്തിനെ, ആർമിയെ, എയർഫോഴ്സിനെ, ഇവരെയെങ്കിലുമൊക്കെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുക എന്നുള്ളതാണ് ഒരു വശം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഞാൻ വിട്ടുപോയി. അദ്ദേഹം എന്തായിരുന്നു ചോദിച്ചത്? രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? അതായത് BJPയുടെ ഭാഗത്ത് നിന്ന് BJP എന്തോ മീറ്റിംഗ് വിളിച്ചില്ല എന്നുള്ള കാര്യം. ശ്രീ റോണി കെ ബേബി കോൺഗ്രസ് മീറ്റിംഗ് വിളിച്ചു, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടി, നല്ല കാര്യം തന്നെയാണ്, അല്ല എന്നൊന്നും അല്ല പറയുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം BJPന് വേറൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി അവിടെ ഇരുന്ന് തീരുമാനം എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. BJPയുടെ ദേശീയ അധ്യക്ഷൻ തന്നെയാണ് രാജ്യസഭയുടെ നേതാവായിരിക്കുന്നത്. അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാണ്. അമിത്ഷാജി അവിടെ ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, ഇവരെല്ലാവരും BJPയുടെ നേതാക്കൾ തന്നെയല്ലേ. അവർ സ്വാഭാവികമായിട്ട് അവരൊരു തീരുമാനം പറഞ്ഞു കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നും അല്ലാത്തൊരു തീരുമാനം ഇനിയിപ്പോൾ BJP വിളിച്ചു കൂട്ടി പറയണം, അല്ലെങ്കിൽ BJPന് വിളിച്ചു കൂട്ടി ഇതിനൊരു പിന്തുണ, ഇതൊക്കെ എന്ത് തരം ചോദ്യമാണ്? ആൾക്കാർ കേട്ടാൽ തന്നെ എന്താ വിചാരിക്കുക ഇതിനെക്കുറിച്ചിട്ട്? നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നവരാണ്, തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം പറയണമെങ്കിൽ നിങ്ങൾ അവിടെ ഒരു വർക്കിംഗ് കമ്മിറ്റിയോ നിങ്ങളുടെ വാട്ടെവർ അത് നിങ്ങൾ വിളിച്ചു കൂട്ടിയതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്കൊരു അഭിപ്രായം പറയാൻ സാധിക്കുക. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായമായിട്ട് പുറത്തു വരികയാണ്. അപ്പോൾ ഇതിനെന്തിനാണ് ഒരു പ്രത്യേകം ഒരു മീറ്റിംഗ് വിളിക്കുന്നത്? പിന്നെ BJP സമ്മർദ്ദത്തിലായതുകൊണ്ട്, പ്രതിരോധത്തിലായതുകൊണ്ട് പ്രതിപക്ഷത്തിന് അറ്റാക്ക് ചെയ്യുന്നത്. BJP ആണോ പ്രതിപക്ഷത്തിന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്, അതോ നിങ്ങളാണോ പാകിസ്ഥാൻ്റെ കയ്യിലെ ടൂളായിട്ട് മാറിയെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിനെ അറ്റാക്ക് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകേണ്ടുന്ന സാഹചര്യം വന്നത്? നിങ്ങളുടെ ആൾക്കാരുടെ നിരുത്തരവാദപരമായ പ്രസ്താവനകളും നിങ്ങളുടെ ഔദ്യോഗിക കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ നിന്ന് വന്ന പോസ്റ്റും കാരണമല്ലേ അതിന് റെസ്പോണ്ട് ചെയ്യേണ്ടി വന്നത്? അതുകൊണ്ടല്ലേ അതിന് മറുപടി പറയേണ്ടി വന്നത്? ഇത് ഞങ്ങളാണോ ആഘോഷിച്ചത്? ഇത് പാകിസ്ഥാനല്ലേ ആഘോഷിക്കുവാൻ തുടങ്ങിയത്? അതേ ഇവരിങ്ങനെ പറയുകയാണ്, അതേ കോൺഗ്രസിൻ്റെ ഇതിങ്ങനെ പറയുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഗ്രസിൻ്റെ ഇന്ന നേതാക്കൾ ഇന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തുകയാണ്. ഇന്ത്യ അവിടെ സമ്മർദ്ദത്തിലാണ്, ഇവിടെ BJP സമ്മർദ്ദത്തിലാണെന്നല്ല, ഇന്ത്യ സമ്മർദ്ദത്തിലാണ്, ഇന്ത്യക്കകത്ത് വലിയ അടിപൊട്ടുകയാണ്, അവർ പരസ്പരം തമ്മിലടിക്കുകയാണ്, അവർക്കൊരു ക്ലാരിറ്റി ഈ വിഷയത്തിലില്ല എന്നുള്ള തലത്തിൽ പാകിസ്ഥാനിൽ അവർ ഇതുപോലുള്ള രാത്രി ചർച്ചകളിൽ ചർച്ച നടത്തുവാൻ തുടങ്ങുകയും അവിടുത്തെ പത്രങ്ങൾ ഇതിനെ എടുത്ത് ആഘോഷിക്കുവാൻ തുടങ്ങിയപ്പോഴും ആണല്ലോ നമ്മൾ തിരിച്ച് കോൺഗ്രസ്സുകാരോട് നിങ്ങൾ ദയവ് ചെയ്ത് മിണ്ടാതെ ഇരിക്കൂ, നാവടക്കി മിണ്ടാതിരിക്കൂ എന്ന് പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടായത്. നിങ്ങൾ നാവടക്കി മിണ്ടാതിരുന്നതിന് ശേഷം ആരെങ്കിലും നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വന്നോ? ഇല്ലല്ലോ. അപ്പം നിങ്ങൾ കുറച്ച് ദിവസത്തേക്കൊന്ന് അടങ്ങിയിരിക്കുക. ഇപ്പോൾ ഇന്നും താങ്കൾ തന്നെ പറഞ്ഞല്ലോ, ഇന്നും നാളെ ഒന്നും ആക്രമിക്കാൻ പറ്റുന്നൊരു സാഹചര്യമൊന്നും ആയിരിക്കില്ല. ഇന്ത്യൻ ആർമിക്ക് ഫ്രീ ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. അവരെന്താണെന്ന് വെച്ചാൽ അവരത് ചെയ്തുകൊള്ളും. അവരെ ആരും ഒരു തരത്തിലുമുള്ള തടസ്സപ്പെടുത്തിയിട്ടില്ല. UPA കാലഘട്ടത്തിലേതുപോലെ തിരിച്ചടിക്കാൻ പോകരുത് എന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശവും സൈന്യത്തിന് കൊടുത്തിട്ടില്ല. ഫ്രീ ഹാൻഡ് സൈന്യത്തിന് കൊടുത്തിട്ടുണ്ട്. അവരെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൺവിൻസിങ് ആയിട്ടുള്ള, അവർക്ക് വിശ്വാസം വരുന്ന ഒരു സമയത്തിൽ അവരത് കൃത്യമായിട്ടും ചെയ്തുകൊള്ളും. അതുവരെ നമ്മളൊന്ന് വിശ്വസിക്കുക. അതോടൊപ്പം ചോദിച്ചിരുന്നു ഈ അവസരത്തിൽ ജാതി സെൻസസ് വേണമോ എന്നുള്ളതിനെ കുറിച്ച് കൂടി ശ്രീ യുവരാജ് ഗോകുൽ. നോക്കൂ, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് ജാതി സെൻസസ് ഒരു വ്യത്യസ്തമായ ടോപ്പിക്കാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ സമ്മർദ്ദത്തിലും ഡിഫൻസിലും നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നേതാക്കളുടെ പ്രസ്താവനകൾ കാരണം ആ പാർട്ടി മൊത്തത്തിൽ ഡിഫൻസിലാണ്. നോക്കൂ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം അണികളോട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ രാജ്യത്തിനെതിരായിട്ട് ശബ്ദിക്കരുത് എന്ന് പറയേണ്ടുന്ന ഒരു സർക്കുലർ
ഹെലികോപ്റ്റർ ഇറക്കി വിടുക എന്ന് പറയുന്ന ഒരു ഗതികേട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടി ആശയപരമായി അന്തരിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും വലിയൊരു സമ്മർദ്ദത്തിലും ഡിഫൻസിലുമാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ കൂടുതലായിട്ടൊന്നും തന്നെ പറയാനില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചർച്ച തിരിച്ച് മറ്റൊരു വശത്തേക്ക് വിടണം. ഈ ഒരു പഹൽഗാമിൽ ഒരു ടെറർ അറ്റാക്ക് ഉണ്ടായി, തീർച്ചയായിട്ടും അതിനെതിരായിട്ട് രാജ്യം നടപടിയെടുക്കും. ആ രാജ്യം നടപടിയെടുക്കുന്നത് വരെ നയപരമായിട്ടുള്ള മറ്റൊരു തീരുമാനവും ഈ രാജ്യത്തുണ്ടാകാൻ പാടില്ല എന്നുള്ളതൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പം ജാതി സെൻസസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തു. നിങ്ങൾക്ക് ആ നടപ്പിലെടുക്കാനുള്ള തീരുമാനത്തിന് അഭിനന്ദിക്കണമെങ്കിൽ അഭിനന്ദിക്കുക, വിമർശിക്കണമെങ്കിൽ വിമർശിക്കുക. ആ വിഷയത്തിലൊന്നും വിമർശിക്കരുതെന്ന് നിങ്ങളെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ജാതി സെൻസസുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചർച്ച വരട്ടെ. ആ ചർച്ചയിൽ നമുക്ക് കൃത്യമായിട്ട് ആ വിഷയത്തെക്കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. നിലവിലെ വിഷയം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ പറയുന്ന തിരിച്ചടിയുടെയും അടിയുടെയും ഒക്കെ രാഷ്ട്രീയമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ തൽക്കാലം ദയവ് അതിലേക്ക് നിൽക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഭാരതം നിരന്തരമായി ഭീകരവാദത്തിനെതിരെ പോരാടുന്നുവെന്നുള്ള സന്ദേശം ലോകത്തിന് മുൻപാകെ നൽകിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ പങ്ക്, നേരത്തെയും പാകിസ്ഥാൻ പല ഭീകരവാദത്തിനും പ്രോത്സാഹനം നൽകിയിരുന്നു അടക്കമുള്ള തെളിവുകൾ ഭാരതം ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ വച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഭാഗത്തുകൂടി ഭാരതം ഒരു ആവശ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. നമുക്കറിയാം, നേരത്തെയും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതാണ്. പക്ഷേ ചൈനയുടെ ഇടപെടൽ കാരണം അതിൽ നിന്ന് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് വിടുവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കരിമ്പട്ടികയിൽപ്പെടുത്തണം എന്നുള്ളതാണ് ഭാരതത്തിന്റെ ആവശ്യമായി വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നയതന്ത്രപരമായിട്ടുള്ള സാമ്പത്തിക നടപടികളിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ പാകിസ്ഥാന് മേൽ അത് ഏത് രീതിയിലുള്ള സ്വാധീനമാണ് അല്ലെങ്കിൽ സമ്മർദ്ദമാണ് ചെലുത്താൻ സാധിക്കുക? കാരണം നമ്മളത് ഒരു ഭാഗത്ത് പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കാം എന്ന് കരുതുമ്പോൾ മറുഭാഗത്ത് പാകിസ്ഥാന് എല്ലാ സഹായവുമായി ചൈന നിൽക്കുന്നുണ്ട്. ചൈനയോടൊപ്പം തന്നെ തുർക്കിയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ബംഗ്ലാദേശിൻ്റെ ഭാഗത്ത് നിന്നുകൂടി ചില അനുകൂല പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ സാമ്പത്തികമായി ഞെരുക്കിയാൽ അത് പൂർണ്ണമായ രീതിയിൽ ഒരു 100% ഫലപ്രാപ്തിയിലേക്ക് എത്താൻ കഴിയുമോ? ഭീകരതയുടെ വേരുകൾ തേടിയുള്ള യാത്രയിൽ എത്തി നിൽക്കുന്നത് ഭീകരതയ്ക്കുള്ള ഫണ്ടിംഗ് ആണ്. സോഴ്സ് ഓഫ് ഫണ്ടിംഗ് ഇല്ലാതെ ഒരു ഭീകരതയ്ക്കും നിലനിൽക്കാനാവില്ല. ഈ ഫണ്ടുകൾ നൽകുന്നവർക്ക് അതിന് പിന്നിൽ ചില ഗൂഢ ഉദ്ദേശങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ സോഴ്സ് കണ്ടെത്തുമ്പോൾ തെളിയുന്ന ചിത്രമെന്ന് പറയുന്നത് പാകിസ്ഥാൻ കാലാകാലങ്ങളിൽ ഈ സാമ്പത്തികമായ പൂർണ്ണമായ അരാജകത്വത്തിലേക്ക്, അനാവശ്യമായ ഡോളിങ്ങിലേക്ക്, അനാവശ്യമായ ചെലവുകളിലേക്ക്, എല്ലാം ധൂർത്തടിയിലേക്ക്, അഴിമതിയിലേക്ക് എല്ലാം നീങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വിദേശത്തു നിന്ന് വരുന്ന പണത്തെ ആശ്രയിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ പാകിസ്ഥാൻ കടത്തിൻ്റെ അങ്ങേയറ്റത്താണ്, കടക്കെണിയിലാണ്. അത് ചൈന നൽകിയ തുക തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല, വീണ്ടും തുക നൽകുന്നു, തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല, ഡെറ്റ് ട്രാപ്പിലാണ്. IMFൻ്റെ ബെയിൽ ഔട്ട് പാക്കേജിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇങ്ങനെ വരുന്ന തുക നല്ലൊരു പങ്ക് ഭീകരതയ്ക്ക് വേണ്ടി ഡൈവേർട്ട് ചെയ്യുകയാണ്. അത് ആർമിയിലേക്ക് എത്തുന്നു. ആർമിയും ISIയും തമ്മിൽ ബന്ധമുണ്ട്, ISIയും ഭീകരരും തമ്മിൽ ബന്ധമുണ്ട്. ഇതൊരു വിഷ്യസ് സർക്കിളാണ്. പാകിസ്ഥാൻ സൈന്യം, പാകിസ്ഥാൻ്റെ ഇന്റർ സർവീസ് ഇൻ്റലിജൻസ് അവരുടെ കേന്ദ്രത്തിൽ തന്നെയാണ് ഈ പ്ലോട്ട് ഹാച്ച് ചെയ്തതെന്നാണ് ഇപ്പോൾ വൈകി വരുന്ന വിവരം. ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ ഈ വലിയ സൂത്രധാരത്വം അവരെല്ലാം ഒത്തുകൂടിയത് ISI കേന്ദ്രങ്ങളിലായിരുന്നു. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ഇത് സോഴ്സ് ഓഫ് ഫണ്ടിങ് എന്ന് പറയുന്നത് ആർമിക്ക് പോകുന്ന പണം ഉൾപ്പെടെ ഭീകരവാദത്തിലേക്ക് ആത്യന്തികമായി ഭീകരതയെ സഹായിക്കാനായി എത്തി നിൽക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷം മുൻപ് നമ്മൾ ആ ഒരു ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വലിയ തോതിൽ നാർക്കോട്ടിക് ഡീൽ അത് ഫലപ്രദമായി കർട്ടയിൽ ചെയ്യാൻ കഴിഞ്ഞു. പണ്ട് ഈ ഒരു നാർക്കോട്ടിക് ഒരു മേഖലയാണ് അഫ്പാക് മേഖല. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ചേരുന്നൊരു മേഖലയാണ്. അതിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുൾപ്പെടെ കടന്നു വരുന്ന പോപ്പിയും മറ്റ് ലഹരി വസ്തുക്കളും ഇന്ത്യയിലേക്ക് കടക്കുന്ന കാശ്മീർ വഴിയും അതിർത്തി കടന്നും ഇന്ത്യയിലേക്ക് ബാച്ചുകളായി കടക്കുകയും അതുണ്ടാക്കുന്ന സുരക്ഷാ ഭീഷണി അത് കാശ്മീരിലുള്ള അകത്തും പുറത്തുമുള്ള തീവ്രവാദികൾക്ക് ഫണ്ടിങ്ങിന് വേണ്ടി ആ പണം, അത് വിറ്റ് കിട്ടുന്ന പണം ഉപയോഗിക്കുന്ന ഒരു രീതി, അതിനെ ഫലപ്രദമായി തടയാൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആ പോപ്പി റൂട്ട് അൺഅവൈലബിൾ ആകുമ്പോൾ പിന്നെ ഉള്ളത് പാകിസ്ഥാൻ കടം വാങ്ങിയ പണമാണ്. ആ പണം ഉൾപ്പെടെ ഭീകരതയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് ഫലപ്രദമായി തെളിയിക്കാനായാൽ ഉറപ്പായി കൂടുതൽ സഹായം പാകിസ്ഥാന് ലഭിക്കുന്നില്ല എന്ന് ഇന്ത്യക്ക് ഉറപ്പുവരുത്താൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വിവിധ തലങ്ങളിലുള്ള ഒരു സ്ട്രൈക്കാണ്. കാരണം
ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് എന്താണ് സംഭവിക്കുക? ഇവിടെ നേരത്തെ ഡിബേറ്റ് ചെയ്തു, സർജിക്കൽ സ്ട്രൈക്ക് നടന്നോ, എവിടെ തെളിവ്? ഈ തെളിവൊക്കെ ചോദിച്ചാൽ അത്ഭുതകരമാണ്. അമേരിക്ക ചന്ദ്രനിൽ പോയി ഇറങ്ങിയതിന് ശേഷം ചന്ദ്രനിൽ ഇറങ്ങിയതിന് എന്താണ് തെളിവ് എന്ന് ഇപ്പോഴും ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഒരു ഡെമോക്രാറ്റിക് വേൾഡിൽ അതുപോലെ ഒരു ഡിബേറ്റൊക്കെ സംഭവിക്കും. അത് സംഭവിക്കണം എന്നത് പാകിസ്ഥാൻ്റെ ആവശ്യമാണ്. ഇന്ത്യയിൽ അങ്ങനെ സംഭവിക്കണമെന്ന്. കാരണം പ്രതിപക്ഷ കക്ഷികൾ ഈ അനവസരത്തിൽ നടത്തുന്ന പ്രസ്താവനകളെല്ലാം തന്നെ പാകിസ്ഥാന് ഊർജ്ജമാകുന്ന കാര്യമാണ്. തീർച്ചയായും പ്രതിപക്ഷം ചോദ്യം ചെയ്യണം, ഇങ്ങനൊരു സർജിക്കൽ സ്ട്രൈക്ക് നടന്നോ, അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യണം. ഇതല്ല അതിനുള്ള സമയം, ഇതല്ല സമയമെന്ന് വളരെ ബുദ്ധിപൂർവ്വം ഡോക്ടർ ശശി തരൂർ കഴിഞ്ഞ ആഴ്ച അത് പറയുകയും ചെയ്തതാണ്. തീർച്ചയായും പ്രതിപക്ഷത്തിനൊരു ധർമ്മമുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെ ചോദ്യം ചെയ്യാനുള്ള ധർമ്മമുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നു കാട്ടാനുള്ള ചുമതലയുണ്ട്. പക്ഷേ സമയവും നേരവും കാലവും നോക്കി വേണം ഒരു കാര്യം പറയാൻ. ആ ഒരു കാര്യം തരൂർ ഭംഗിയായി പറഞ്ഞു വെച്ചു. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഇനി പാകിസ്ഥാനെ ആത്യന്തികമായി പിന്നെ പാകിസ്ഥാനിൽ നിന്ന് കടന്നു വരുന്ന ഭീകരത അവസാനിപ്പിക്കണമെങ്കിൽ ഈ പാകിസ്ഥാന് സൈനികമായ തിരിച്ചടി കൊടുത്തതുകൊണ്ട് മാത്രം ആവില്ല. സൈനികമായി അൺഅക്സെപ്റ്റബിൾ ഡാമേജ് ഇൻഫ്ലിക്റ്റ് ചെയ്യാനുള്ള കരുത്ത് ഇന്ത്യയുടെ സേനാ വിഭാഗങ്ങൾക്കുണ്ട്, യാതൊരു സംശയവുമില്ല. ഈ തിരിച്ചടി ഉണ്ടാകാം, ഇന്ത്യക്കും ചില നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സമ്മതിക്കുന്നു. പക്ഷേ അതുകൊണ്ടും റൂട്ട് ടു ദ ഇഷ്യൂ തീരുന്നില്ല. ഇവിടെ ഇന്ത്യ വിരോധത്തെ അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സോഷ്യൽ ഫാബ്രിക്കാണ് പാകിസ്ഥാനിൽ. അത് പൊളിറ്റീഷ്യൻസ് ആയിക്കൊള്ളട്ടെ, സൈന്യമായിക്കൊള്ളട്ടെ, ISI ആയിക്കോട്ടെ, പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് തന്നെ ഇന്ത്യ വിരുദ്ധതയാണ്. അവിടുത്തെ മദ്രസകളിലെ പഠനം, അല്ലെങ്കിൽ അവിടുത്തെ ട്രെയിനിങ് പാർട്ടികളുടെ അവർ തമ്മിൽ മത്സരിക്കുകയാണ്. ആരാണ് ഏറ്റവും അധികം ഇന്ത്യ വിരോധം പറയുന്നത്? പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയാണോ, അതോ പാകിസ്ഥാൻ മുസ്ലിം ലീഗാണോ, അതോ തെഹ്രീക്കെ പാകിസ്ഥാൻ ഇമ്രാൻഖാൻ്റെ പാർട്ടിയാണോ? ഇവരെല്ലാം തമ്മിൽ മത്സരമാണ്. അതുകൊണ്ടാണ് ബെനസീർ ഭൂട്ടോ ഒരു പടി കൂട്ടിപ്പറഞ്ഞത്. അദ്ദേഹത്തിന് ചുമതലയൊന്നുമില്ലെങ്കിലും ആണവായുധം ഉപയോഗിക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലാത്ത ബിലാവൽ ഭൂട്ടോ പറഞ്ഞത് ആ ഒരു പശ്ചാത്തലത്തിൽ ചേർത്ത് വായിക്കണം. അതുകൊണ്ട് ഇന്ത്യ വിരോധം ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറിയിരിക്കുന്നു, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് മാറിയിരിക്കുന്നു, ഒരു കൾച്ചറായി മാറിയിരിക്കുന്നു. അത് അവസാനിച്ചെങ്കിലേ പറ്റൂ. ഉള്ള കാലം മുഴുവൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. പാകിസ്ഥാൻ ഒരു പ്രോപ്പർ ഇക്കോണമിയിലേക്ക് തിരിയണം, ഒരു മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് തിരിയണം. അല്ലാതെ ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ ഭീകരതയെ വളർത്തുന്ന ഒരു വ്യവസായ സ്ഥാപനമായി പാകിസ്ഥാൻ മാറാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് വേദനിക്കുന്നത് എവിടെ? ഒന്ന്, ജലം കടത്തിവിടാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ അവിടുത്തെ കാർഷിക സമ്പദ് വ്യവസ്ഥ ആകെ അട്ടിമറിക്കപ്പെടും. ജനം ഒന്ന് ആലോചിക്കും, ബുദ്ധി ഉണ്ടെങ്കിൽ ജനം തിരിഞ്ഞൊന്ന് ആലോചിക്കും, എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? അനാവശ്യമായി ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ നിന്നും ഭീകരരെ പറഞ്ഞു വിടുമ്പോൾ ഇതവർ ചെയ്തിരിക്കും. ഞങ്ങളുടെ കഞ്ഞിയിലാണ് അവസാനം മണ്ണ് വാരിയിട്ടതെന്ന് പാകിസ്ഥാൻ പഞ്ചാബിലെ കർഷകർ, പാകിസ്ഥാൻ സിന്ധിലെ കർഷകർ, ഈ ജലത്തെ ആശ്രയിച്ച് നിൽക്കുന്ന കർഷകർ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഇപ്പോഴതിൻ്റെ ക്രഞ്ച് ഫീൽ ചെയ്യില്ല. കാരണം അണക്കെട്ടുകൾ ഉണ്ടാകണം, ഇന്ത്യയുടെ ഭാഗത്ത് അണക്കെട്ടുകൾ ഉണ്ടാകണം. അതുകൊണ്ട് ഇന്ത്യ വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പെട്ടെന്ന് എല്ലാവരും അക്ഷമരാണ്, എന്തുകൊണ്ടൊരു ആക്രമണം നടക്കുന്നില്ല, ഇപ്പം പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള ഹൈപ്പാണ്, ഒരുതരം വാർ മോങ്കറിംഗ് ആണ് നടക്കുന്നത്. അതിലല്ല കാര്യം. ശാശ്വതമായ പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സോഴ്സ് ഓഫ് ഫണ്ടിങ് കട്ട് ചെയ്യണം, മനോഭാവം മാറണം. അത് പ്രോപ്പഗൻഡ ഡ്രൈവ് കൊണ്ട് മനോഭാവം മാറില്ല. അവർ ആത്മപരിശോധന, പാകിസ്ഥാൻ പൗരന്മാർ ആത്മപരിശോധന നടത്തണം. ആത്മപരിശോധന നടത്തണമെങ്കിൽ അവരുടെ ഭൗതികമായ അവസ്ഥയിൽ, അവരുടെ സാമ്പത്തികമായ അവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം അവർ തന്നെ ചോദിക്കും. അവിടെ ഒരു ബുദ്ധിജീവി വർഗമുണ്ട്, ഇല്ലെന്ന് പറയാനാവില്ല. പാകിസ്ഥാനിൽ യൂണിവേഴ്സിറ്റികളുണ്ട്, പാകിസ്ഥാനിൽ ചിന്തകന്മാരുണ്ട്, പാകിസ്ഥാനിൽ വിവരമുള്ള ആളുകളുണ്ട്, ഇല്ലെന്ന് പറയാനാവില്ല. അവിടെ ഒരു അഭിപ്രായം തിരിയും. എത്ര കാലം ഈ വിക്രമാദിത്യൻ്റെ തോളിൽ വേതാളം കിടക്കുന്നത് പോലെ ആർമി ഇങ്ങനെ ഞങ്ങളുടെ തോളിൽ എത്ര കാലം അള്ളിപ്പിടിച്ച് കിടക്കും? ഇതൊരു ബാധ്യതയാകുന്നില്ലേ? ഞങ്ങളുടെ വിഭവങ്ങളുടെ 50% ബഗൻ വെട്ടി വിഴുങ്ങുന്നത് പോലെ ആർമി വെട്ടി വിഴുങ്ങുകയല്ലേ? അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കും. രാഷ്ട്രീയ കക്ഷികൾ മാറി ചിന്തിക്കും, ജനം മാറി ചിന്തിക്കും, ബുദ്ധിജീവികൾ മാറി ചിന്തിക്കും. അങ്ങനെ വരണമെങ്കിൽ ഇതൊരു സ്ലോ ആൻഡ് സ്റ്റഡി ഒരു പ്രോഗ്രസ് ആണ്. അപ്പോൾ സ്ക്വീസ് വരാൻ പോകുന്നത് നേരത്തെ സൂചിപ്പിച്ച ഗ്രേ ലിസ്റ്റിലോ ഡാർക്ക് ലിസ്റ്റിലോ ഒക്കെ പെടുത്തുക വഴി ഫണ്ടിങ് കുറയും. അപ്പോൾ ഫണ്ടിങ് ഇല്ലാതായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാനാവില്ല. അപ്പോൾ ആ രീതിയിൽ തീവ്രവാദത്തിൻ്റെ തോത് കുറയ്ക്കുകയും അതേസമയം പ്രതീകാത്മകമായി തിരിച്ചടി, സർജിക്കൽ സ്ട്രൈക്കോ മറ്റേതെങ്കിലും രൂപത്തിലോ തിരിച്ചടി നേടുകയും ചെയ്യുമ്പോൾ
ഒരു ബാലൻസ്ഡ് ലെവലായി. കാരണം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ശാശ്വതമായ പരിഹാരത്തിനാണ്. ഓരോ പ്രാവശ്യവും ഒരു ഭീകരാക്രമണം നടക്കുന്നു, നമ്മൾ തിരിച്ച് സർജിക്കൽ സ്ട്രൈക്ക്, ഇത് എത്ര കാലം തുടരാനാവും? അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഈ സമയമെടുത്തുകൊണ്ട്, ഏറെ സമയമെടുത്തുകൊണ്ട്, മൊമെൻറ്റം ബിൽഡ് ചെയ്തുകൊണ്ട്, എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട്, അന്താരാഷ്ട്ര നയതന്ത്ര സാധ്യതകളെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ന്യായവും യുക്തവും എന്നാൽ ശക്തവുമായ ഒരു പ്രതികരണം, തിരിച്ചടിയെന്ന് ഞാൻ പറയുന്നില്ല, പ്രതികരണത്തിലേക്ക് കടക്കുകയാണ്. ആ പ്രതികരണത്തിൻ്റെ രൂപവും ഭാവവും എന്ന് പറയുന്നത് കേവലം കുറേ ബോംബിടുക എന്നതല്ല. അതിൻ്റെ ഭാഗമാണ് സാമ്പത്തികമായ സ്ക്വീസ്, ഞെരുക്കം എന്ന് പറയുന്നത്. അങ്ങനെ ആ ഞെരുക്കത്തിലൊരു പുതിയൊരു നയതന്ത്രമാണ്. ഒരു വിശാല അർത്ഥത്തിലുള്ള നയതന്ത്രമായി അതിനെ കാണേണ്ടതുണ്ട്. അതെ, തീർച്ചയായും. ബ്രിഗേഡിയർ എൻ ബാലൻ, ഇവിടെ യുദ്ധം ആശങ്ക സൃഷ്ടിക്കുന്നതാണ്, അത് ഏതു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആയാലും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സാധാരണക്കാരായ ആളുകൾ ഇതിന് തിരിച്ചടി ഉടനെ വേണം എന്ന് പറയുമ്പോൾ പലരും അത് കാണുന്നത് ഒരു യുദ്ധമാർഗമായിട്ടാണ്. പക്ഷേ അങ്ങനെ പാടില്ല. പകരം ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഭാരതത്തെ എക്കാലവും ദ്രോഹിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളത് അറിയാം. പക്ഷേ പാകിസ്ഥാനെയും ഭാരതത്തെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. കാരണം ഇപ്പോൾ ഭാരതം ലോക ശക്തിയായി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് പാകിസ്ഥാൻ തീവ്രവാദത്തിൽ മാത്രം മുങ്ങി നിൽക്കുന്ന ഒരു ദരിദ്ര രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു എടുത്തുചാട്ടം എന്നുള്ളത്, ഒരു സൈനിക നടപടി എന്നുള്ളത് ഇപ്പോൾ അനിവാര്യമാണോ? അത് അനിവാര്യമാണ്. ഇതിൽ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇന്ത്യൻ പട്ടാളവും പാകിസ്ഥാൻ പട്ടാളവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഭാരതീയ സേനയ്ക്ക് രാഷ്ട്രീയപരമായി ഒരു അനുഭാവങ്ങളൊന്നുമില്ല, രാഷ്ട്രസ്നേഹം മാത്രമേ ഉള്ളൂ. പാകിസ്ഥാൻ്റെ പട്ടാളം തിരിച്ചാണ്, അവരാണ് അവിടുത്തെ രാഷ്ട്രീയം നടത്തുന്നത്. എല്ലാ രാജ്യത്തിനും ഒരു സൈന്യമുണ്ടാവും, അവിടെ ഒരു സൈന്യത്തിന് വേണ്ടിയാണ് രാജ്യമുള്ളത്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തത്, ഞാൻ പറഞ്ഞതുപോലെ ഈ യുദ്ധം ഇന്നോ നാളെയോ ഒരു ബാലക്കോട്ട് സ്ട്രൈക്കോ ഒരു സർജിക്കൽ സ്ട്രൈക്കോ കൊണ്ട് തീരുന്നതല്ല. ഇത് കുറേ നാളുകൾ, ഒരു ദശകം തന്നെ വേണ്ടി വരുമായിരിക്കും, ചിലപ്പോൾ അതിൽ കൂടുതൽ. അതിൽ വളരെയധികം ടെററിസ്റ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പാകിസ്ഥാനിലുള്ളത്, അത് നശിപ്പിക്കേണ്ടിയിരിക്കുന്നു, ഉന്മൂലനം ചെയ്യേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, അവരുടെ ഇതിന് പിന്തുണ നൽകുന്ന സൈന്യത്തിനെ ശിഥിലമാക്കേണ്ടിയിരിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ISI എന്ന സംഘടനയെ തകർക്കേണ്ടിയിരിക്കുന്നു. അവിടുത്തെ ഒരു ചിന്താഗതി ഒരു ആക്രമണത്തിലോ ഒരു സർജിക്കൽ സ്ട്രൈക്കിലോ മാറുവാൻ പോകുന്നില്ല. അവർ വേറെ ഒരു ട്രാക്കിലാണ്. ആ ട്രാക്കിൽ നിന്ന് അവരെ മാറ്റി ട്രാക്കിലേക്ക് വേറെ കൊണ്ടുവരാനായിട്ട് ഇന്നും നാളെയും കൊണ്ടുള്ള ഒരു യുദ്ധം കൊണ്ട് തീരാൻ പോകുന്നില്ല. രണ്ടാമത് പറയാനുള്ളത്, സൈന്യം നമ്മുടെ രാജ്യത്തുള്ളത് ഇത്രയും നമ്മൾ പൈസയൊക്കെ ചെലവഴിക്കുന്നത് അതിനുവേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. രാജ്യത്ത് ഇങ്ങനെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ള ഒരു രാഷ്ട്രത്തെ എപ്പോഴൊക്കെ പോകുന്നുണ്ടോ, നമ്മൾ ഇപ്പോൾ 5ാമത്തെ സമ്പദ് വ്യവസ്ഥ നിലയിലാണ് നിൽക്കുന്നത്, 3ാമത്തേത് മാറും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ. അപ്പോൾ ആ വഴിത്തിരിവുകളിലെല്ലാം നമ്മൾക്ക് ഇങ്ങനെയുള്ള ചലഞ്ചസ് ഉണ്ടാകും, സെക്യൂരിറ്റി ചലഞ്ചസ് ഉണ്ടാകും. അതിൽ കൂടി പല രാഷ്ട്രങ്ങളും അമേരിക്കയും റഷ്യയും ഒക്കെ പോയിട്ടുണ്ട്. അത് നമ്മൾക്കും ഉണ്ടാകും. അത് നേരിടാനുള്ള മനോബലം നമ്മൾക്കും ഉണ്ട്. നമ്മളുടെ സൈന്യം അതിന് സശക്തമാണ്. പാകിസ്ഥാനെയും ഇന്ത്യയുടെയും സൈന്യം നമ്മൾ താരതമ്യപ്പെടുത്താൻ ഉള്ള ഒരു ഇതുമില്ല. അവർക്ക് എത്ര ടാങ്കുകളുണ്ട്, നമ്മൾക്ക് എത്ര ടാങ്കുകളുണ്ട്, അവരുടെ ഇരട്ടി ടാങ്കുകളുണ്ട്. നമ്മൾക്ക് എത്ര വിമാനവാഹിനികളുണ്ട്, 2 ഉണ്ട്. അവരുടെ കയ്യിൽ 0. മാത്രമല്ല, ലീഡർഷിപ്പിനെ തന്നെ നോക്കൂ. യുദ്ധത്തിൻ്റെ ദൂരെ ഒരു കാർമേഘം വന്ന ഉടനെ തന്നെ അവരുടെ പട്ടാള ചീഫിനെ കാണാനില്ല, അയാൾ ബങ്കറിലായി. നമ്മുടെ പട്ടാളക്കാരെല്ലാം അതിർത്തിയിൽ സജീവമാണ്. അവർ ഓൾറെഡി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, മിലിറ്ററി ആക്ഷൻസ് ഒക്കെ. എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ സ്പഷ്ടീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് തെറ്റായിരിക്കും. എന്നിരുന്നാലും കാലാന്തരേണ അതെല്ലാം പബ്ലിക്കിൻ്റെ മുമ്പിലായിട്ട് വരും, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് ഇന്ത്യൻ സേനയുടെ പര്യാപ്തതയുടെ ആ കാര്യക്ഷമതയെക്കുറിച്ച് ഒരു ചോദ്യങ്ങളും ഉണ്ടാകുന്നത് മനസ്സിലുള്ള എല്ലാ സംശയങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ ശ്രീ ബാലൻ, അതോടൊപ്പം ഒരു കാര്യം കൂടി, ഭാരതത്തെയും പാകിസ്ഥാനെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കറിയാം പാകിസ്ഥാൻ്റെ നിലപാടുകൾ അങ്ങേയറ്റം അപക്വമാണ്. അതുകൊണ്ട് നമ്മൾ
ഒരു യുദ്ധ ഭീഷണി മുഴക്കുമ്പോൾ അവർ അതേതു രീതിയിലാണ് പ്രതികരിക്കുക എന്നുള്ളതിൽ നമ്മൾ ഒരല്പം ആശങ്കയോടുകൂടി വീക്ഷിക്കേണ്ടതല്ലേ? കാരണം അവർ അണ്വായുധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇവർ ഏതു രീതിയിലായിരിക്കും? കാരണം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, നമുക്കതല്ലല്ലോ. അതുകൊണ്ട് പക്വതയോടുകൂടി ഒരു സമീപനം സ്വീകരിക്കേണ്ടത് ഭാരതം തന്നെയല്ലേ എപ്പോഴും? അതിനോട് എനിക്ക് അല്പം വിയോജിപ്പുണ്ട്. എപ്പോഴൊക്കെ അവരിങ്ങനെ ആക്രമിച്ചിട്ടുണ്ടോ, ഊറിയിലെ സംഭവമാണെങ്കിലോ അല്ലെങ്കിൽ പുൽവാമയിലാണെങ്കിലോ, നമ്മൾ ബാലക്കോട്ട് സ്ട്രൈക്ക് ചെയ്തപ്പോഴോ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തപ്പോഴോ അപ്പോഴും അവർ ഇത് പറയുന്നുണ്ടായിരുന്നു. കാർഗിലും അവർ പറഞ്ഞു നമ്മളുടെ കയ്യിൽ അണുവായുധങ്ങളുണ്ട്, ഞങ്ങളത് ഉപയോഗിക്കും. അതൊക്കെ വെറും ഓലപ്പാമ്പുകളാണ്. അപ്പോൾ ആ ന്യൂക്ലിയർ ത്രെഷോൾഡ് ഉണ്ട്, അതിന് അകത്ത് നിർത്തിക്കൊണ്ട് നമ്മൾക്ക് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതാണ് ആർട്ട് ഓഫ് വാർഫെയർ. അത് യുദ്ധതന്ത്രം, അത് പട്ടാളക്കാരുടെ നേതാക്കൾക്കറിയാം. അതിൻ്റെ നിർദ്ദേശങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് തന്നെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താണ് ഉചിതമായി ചെയ്യേണ്ടത് ആ സമയത്തെല്ലാം അത് ചെയ്യൂ. അപ്പോൾ അതിൻ്റെതായ പല തോതുകളിലും പല തുറകളിലും ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ആയുധങ്ങളുടെ കഴിവുകളോ പട്ടാളക്കാരുടെ കഴിവുകളോ എല്ലാത്തിലും നമ്മൾ അഗ്രസരാണ്. നമ്മൾ ഇന്ത്യയിലെ പട്ടാളക്കാർ, ഇന്ത്യയിലെ സൈന്യം, നാവികരാണോ എയർഫോഴ്സ് ആണോ ആർമിയാണോ, ലോകത്തിലെ ഏറ്റവും നമ്പർ 1 സൈന്യത്തിലായിട്ട് വരും. എക്വിപ്മെൻ്റ് അല്ലെങ്കിൽ തന്നെ അവരുടെ മനോബലവും അവരുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതിർത്തിയിൽ വെച്ചിട്ടോ നമ്മുടെ ഇപ്പോഴത്തെ പട്ടാളക്കാർക്കൊന്നും പേടിയില്ല. നമ്മളുടെ ജൂനിയർ ഓഫീസേഴ്സ് ആണോ സാധാ ജവാന്മാരാണോ, അവർക്ക് ഒരു പേടിയില്ല. ധൈര്യത്തിൻ്റെ ഈ കല്ല് വെച്ചുള്ള ഹൃദയം മനസ്സുമാണ് അവരുടേത്. അവരെ കുറച്ചുകൂടി നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. അവർ ഇതിനെല്ലാം ചെയ്യാൻ അവർ സംതൃപ്തരാണ്. അതെ, തീർച്ചയായും സൈനികവും നയതന്ത്രപരവുമായ നീക്കം ഭാരതം അത് ഏത് തന്ത്രത്തിലൂടെ ആയിരിക്കും നടത്തുക എന്നുള്ളത് നോക്കി കാണേണ്ടത് തന്നെയാണ്. ശ്രീ റോണി കെ ബേബി, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ചരിത്രത്തിലാദ്യമായി നമ്മൾ കാണുകയാണ് കശ്മീരി ജനത മണിക്കൂറുകൾക്കകം തന്നെ തെരുവിലേക്ക് ഇറങ്ങുന്നു. അവർ പാകിസ്ഥാന് മുർദാബാദ് വിളിക്കുന്ന കാഴ്ച. ഇതിനു മുൻപൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സൈന്യത്തിന് നേരെ കല്ലെറിയുന്ന ആ കശ്മീരി ജനതയിൽ നിന്ന് മാറി പാകിസ്ഥാൻ മുർദാബാദ് എന്ന് വിളിക്കുകയും പാകിസ്ഥാൻ്റെ കോലം കത്തിക്കുകയും അതോടൊപ്പം വിനോദസഞ്ചാരികളോടടക്കം ഈ ഉണ്ടായ സംഭവത്തിൽ അവർ മാപ്പപേക്ഷിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട് തങ്ങളുടെ ജീവിതം ഇപ്പോഴാണ് ഒന്ന് മെച്ചപ്പെട്ടത്. വിനോദസഞ്ചാര മേഖലയിലടക്കം ടൂറിസം മേഖലയിലടക്കം വലിയ ഉണർവ് വന്നിരിക്കുന്നു. ഞങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതമാർഗം ഇതിൽ നിന്ന് കണ്ടെത്തി തുടങ്ങിയിരിക്കുന്നു. തങ്ങളുടെ നേർക്കാണ് ഈ ഭീകരാക്രമണം ഉണ്ടായത്, അതല്ലാതെ നിങ്ങളെയല്ല ഇത് ലക്ഷ്യം വെച്ചത് എന്നതടക്കമുള്ള അങ്ങേയറ്റം നമുക്ക് സന്തോഷിക്കാവുന്നൊരു സാഹചര്യമാണ് ആ നിമിഷം കശ്മീരി ജനതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത്രയെങ്കിലും വിവേകം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിരുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഒരാഹ്വാനവും ഇല്ലാതെ പോലും ഈ ആക്രമണത്തിന് ശേഷം ആ ജനത ഒന്നാകെ തെരുവിലിറങ്ങി ഇതിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ കണ്ട ആ ഐക്യം അത് ഭാരതം ഒന്നാകെ കണ്ടിരുന്നുവെങ്കിൽ ഒരു നിമിഷം പോലും പാകിസ്ഥാൻ ഭാരതത്തിനകത്ത് ആഭ്യന്തര കലഹം നടക്കുകയാണ്, അവിടെയുള്ള ഈ ആഭ്യന്തര കലഹമാണ് ഈ ആക്രമണങ്ങൾക്കിടയാക്കിയത്, അല്ലാതെ തങ്ങളല്ല എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ വിളിച്ചു പറയില്ലായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ തന്നെയല്ലേ? ഈ പഹൽഗാമിലെ ഭീകരവാദി ആക്രമണം ഉണ്ടായ ഉടൻ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ സംഘടിതമായി BJP അനുകൂലിക്കുന്ന സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പ്രചരിപ്പിച്ചത് മുഴുവൻ എന്തായിരുന്നു? ഇതിന്റെ പിന്നില് മതമാണ്, അല്ലെ ഇതിന്റെ പിന്നില് കാശ്മീരിന്റെ ഒരു പ്രത്യേക അവിടുത്തെ ജനങ്ങളാണ്, അവർ നമുക്കെതിരാണ്, അവരാണ് ഈ തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്ത് കൊടുത്തത്, ഇതിന് പിന്നിൽ മതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ വലിയൊരു പ്രചരണമാണ് ആദ്യത്തെ വട്ടം അഴിച്ചുവിട്ടത്. ആദ്യത്തെ 1-2 ദിവസം ഓടിയത് മുഴുവൻ അതായിരുന്നു. ഇന്ന് തന്നെ ആ ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആ നേവി ഉദ്യോഗസ്ഥന്റെ ഭാര്യ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇന്നത്തെ പത്രത്തിലുണ്ട്. ഇത് കാശ്മീരികൾക്കെതിരല്ല, ഇത് മതത്തിനെതിരല്ല, ഇതിന്റെ അകത്ത് ഒരു മതവുമില്ല, ഇതിന്റെ അകത്ത് കാശ്മീരിലെ ജനങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു വിഷയവുമില്ല എന്ന് അവർ തന്നെ തുറന്ന് ഇന്ന് പത്രമാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാലും നമ്മൾ ആ ഒരു സ്പിരിറ്റ്, കാരണം ഇത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഒരു ടെററിസമാണ്, പാകിസ്ഥാനാണ് ഇതിന്റെ പിന്നില്. ഇതിന്റെ അകത്ത് നമ്മളൊരു മതപരമായ ഒരു പരിവേഷം കൊടുക്കുന്നതിന് അപ്പുറം ഇതിന്റെ അകത്തൊരു ഭീകരവാദം, മതം അതിനെ ഉപയോഗിക്കുകയാണ്, മതത്തെ അതിനകത്ത് ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 10-12 ദിവസമായി ഈ വരുന്ന ചർച്ചകൾ മുഴുവൻ, ഞാനിവിടെ മുൻപേ ചൂണ്ടിക്കാണിച്ച ഈ ചർച്ചകൾ മുഴുവൻ ഒരു സാധാരണ ഒരു രാഷ്ട്രീയ ബോധമുള്ള ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ അയാൾക്ക് മനസ്സിലാകുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയത്തെ മൂടി വെക്കുന്നതിന് വേണ്ടി, കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയത്തെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ചില
അജണ്ടകൾ ഇതിന്റെ അകത്ത് ഒളിച്ചു കടത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിലൂടെ ആദ്യമായി ഇവിടെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഇവിടെ ഈ ജാതി സെൻസസ് ഇപ്പൊ ഒരിക്കലും ഇതൊക്കെ നമുക്ക് സമയമുണ്ട്, ഇനിയും എത്രയോ മാസം കിടക്കുന്നു ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. ഇപ്പോൾ തന്നെ ഈ വിഷയം, ഈ ജാതി സെൻസസ് ഈ രാജ്യത്ത് കഴിഞ്ഞ 2 ദിവസമായി ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറി. കാശ്മീരിലെ തീവ്രവാദി ആക്രമണം, നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാൻ അവർക്കെതിരെ കൊടുക്കാൻ തിരിച്ചടി, അതൊന്നും ഇപ്പോഴൊരു ചർച്ചയല്ല. 2 ദിവസം നമ്മുടെ ഈ ഒറ്റപ്പെട്ട 2-3 ചാനലുകൾ മാത്രം ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തെ മാധ്യമങ്ങൾ മുഴുവൻ വേറെ വിഷയങ്ങൾ പറയാൻ പോയി കഴിഞ്ഞു. കാരണം അപ്പോൾ ഇങ്ങനെ ഈ വിഷയം വഴിതിരിച്ചു വിട്ടതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന് ഇതിന്റെ അകത്ത് എന്തെങ്കിലും മൂടി വെക്കാനുണ്ടോ എന്ന് സ്വാഭാവികമായി സംശയിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറ്റം പറയാൻ കഴിയില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാം. ഇവിടെ ബഹുമാനപ്പെട്ട BJP-യുടെ വക്താവ് ഇവിടെ ആന്റണി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഏറ്റവും പരാജയപ്പെട്ട പ്രതിരോധ മന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം രാഷ്ട്രീയമായ ചില പരാമർശം നടത്തിയുണ്ട്. സ്വാഭാവികമായിട്ടും എനിക്കതിന് മറുപടി പറയേണ്ടതുണ്ട്. കാരണം 1999 മുതൽ 2004 വരെ BJP ആണല്ലോ ഭരിച്ചത്. ഇത് എത്ര തീവ്രവാദ ആക്രമണം ഉണ്ടായി? ആദ്യമായി നമുക്കറിയാം ഇവിടെ ഈ പറയുന്ന കാർഗിൽ ഉണ്ടായി, കന്ദഹാറിലെ ആക്രമണം ഉണ്ടായി, പാർലമെന്റിന്റെ നേരെ ഈ പറയുന്ന തീവ്രവാദാക്രമണം ഉണ്ടായി. 10 വർഷം 2004 മുതൽ 2014 വരെ ഈ ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് ഉണ്ടായ ഏക ആക്രമണം ഈ 2008 മുംബൈ ആക്രമണം. BJP-യുടെ വക്താവ് ചോദിച്ചു, എന്ത് ചെയ്തു കോൺഗ്രസ്? പറയാം കോൺഗ്രസ് എന്താ ചെയ്തെന്നുള്ളത്. 2008 മുംബൈ ആക്രമണം കഴിഞ്ഞ ഉടനാണ് NIA എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിയെ ഫോം ചെയ്തു. NIA സമഗ്രമായ അന്വേഷണം നടത്തി, മുഴുവൻ തെളിവുകൾ ശേഖരിച്ചു. ഇതിൽ പാകിസ്ഥാനാണ് എന്ന് തെളിവ് നമ്മൾ അമേരിക്കൻ ചാരസംഘടനയ്ക്ക് കൊടുത്തു, അമേരിക്കൻ ഗവൺമെന്റിന് കൊടുത്തു. അവർ തഹാവൂർ റാണി അറസ്റ്റ് ചെയ്തു, അവർ ഡേവിഡ് ഹെഡ്ലി അറസ്റ്റ് ചെയ്തു, അവരെ എല്ലാം ശിക്ഷിച്ചു. അതുമാത്രമല്ല, പാകിസ്ഥാനെ ആദ്യമായി തീവ്രവാദ രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയത് ഈ 2008 മുംബൈ ആക്രമണം. 2008 ശേഷം ഇന്ത്യയിൽ ഒരു തീവ്രവാദി ആക്രമണം കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ 2008 മുതൽ 2010 എപ്പോഴെങ്കിലും ഉണ്ടായി എന്ന് ഏതെങ്കിലും ഒരു ഇൻസിഡൻസ് എന്ന് ചൂണ്ടിക്കാണിക്കാമോ? പക്ഷെ 2016 ശേഷം എന്താ സംഭവിക്കുന്നത്? എത്രയോ ആക്രമണം നടന്നു. ഞാൻ നേരത്തെ കാണിച്ചോളെ, ഉറി, പത്താൻകോട്ടിൽ നമ്മുടെ സൈനിക ക്യാമ്പുകൾ പോലും പാകിസ്ഥാന്റെ ഈ പറയുന്ന അവരുടെ അന്വേഷണ ഏജൻസികൾക്ക് പോലും തുറന്നു കൊടുക്കേണ്ട ദയനീയമായ സാഹചര്യം പോലും നമുക്കുണ്ടായി. നമ്മുടെ രാഷ്ട്രത്തിന്റെ ആത്മാഭിമാനം, ദേശീയതയെ കുറിച്ചൊക്കെ പറയുന്നത് പാകിസ്ഥാന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മുടെ പട്ടാള ക്യാമ്പുകൾ പത്താൻകോട്ടിൽ തുറന്നു കൊടുക്കേണ്ട ദയനീയ സാഹചര്യം പോലും ഉണ്ടായി. ഇപ്പോൾ ഇതിനകത്തെന്താ, ഇപ്പോൾ നമ്മളങ്ങനെ ഈ രാഷ്ട്രീയമൊക്കെ പറയുമ്പോൾ യഥാർത്ഥ വസ്തുതകളൊക്കെ പറഞ്ഞ് പാകിസ്ഥാനി ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ എപ്പോഴാണ് ഒറ്റപ്പെടുത്തിയ ഏക സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അത് 2008 ശേഷം വന്ന അത്രയും ശക്തമായി നിലപാടുകളാണ് മൻമോഹൻ സിംഗ് സർക്കാർ ചെയ്ത് രാജ്യം മുഴുവൻ ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തി പാകിസ്ഥാൻ ഈസ് ദ ഹബ് ഓഫ് വേൾഡ് ടെററിസം. ലോക ടെററിസത്തിന്റെ കേന്ദ്രമാണ് പാകിസ്ഥാൻ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാകിസ്ഥാന് മിക്കവാറും എല്ലാ രാജ്യങ്ങളും തന്നെ അവർ തീവ്രവാദ രാജ്യങ്ങളുടെ കരിമ്പട്ടയിൽ ഉൾപ്പെടുത്തി പാകിസ്ഥാന് സാമ്പത്തികമായിട്ടുള്ള സോഴ്സുകളെല്ലാം കട്ട് ചെയ്തു. അല്ലാതെ ഇപ്പോൾ മാത്രമാണ് 2025 മാത്രമാണ് ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്നും നമ്മൾ അതിശക്തമായ നിലപാടുകളാണ് 2008. അപ്പോൾ നമ്മൾ ഈ ആന്റണിയൊക്കെ പിന്നെ ഈ പറയുന്ന 2004 മുതൽ 2014 വരെ ആന്റണി പ്രതിരോധമന്ത്രിയായിരുന്ന കാലത്ത് ചൈന ഇന്ത്യയുടെ അതിർത്തി കയറി ഭൂമിയൊന്നും കൊണ്ടുപോയിട്ടില്ല. ഇപ്പോൾ തന്നെ ഈ പറയുന്ന ഗൽവാൻ താഴ്വരയിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ എത്രയോ ഗ്രാമങ്ങൾ ചൈനയുടെ, നമ്മുടെ എത്രയോ ഭടന്മാരാണ്. നമുക്ക് എന്ത് എങ്കിലും പിന്തിരിക്കാൻ കഴിഞ്ഞോ? 60 ഭടന്മാരെയാണ് മുള്ളാണി തറച്ച ദണ്ട് കൊണ്ട് ദയനീയമായി അടിച്ചു കൊന്ന് അവരെ നദിയിലേക്ക് തണുത്തുറന്ന് കിടക്കുന്ന നദിയിലേക്ക് ചൈനീസ് തളം വലിച്ചെറിഞ്ഞത്. എങ്ങനെയും പ്രതികരിക്കാൻ നമുക്ക് കഴിഞ്ഞോ? അപ്പോൾ ആ യാഥാർത്ഥ്യമൊക്കെ നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് ഈ ദേശസ്നേഹം മാത്രമെന്ന് പറഞ്ഞ് ഈ പറയുന്ന മറ്റു വിമർശനങ്ങളെയൊക്കെ മൂടി വെക്കുന്നത് ശരിയായ രാഷ്ട്രീയമല്ല എന്നെനിക്ക് ചൂണ്ടിക്കാണിക്കുന്നു. രാഹുൽ പറഞ്ഞ പരാമർശം, അവർ ചൈനക്കാർ നമ്മുടെ അതിർത്തി കടന്ന് നമ്മുടെ പ്രദേശങ്ങൾ അവർ കീഴടക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ളത്, മുള്ളാണി കൊണ്ടുള്ള കമ്പുകൾ ഉപയോഗിച്ച് അടിച്ചു കൊന്ന അതിക്രൂരമായി തന്നെയാണ് കൊന്നത്. പക്ഷേ അതിനുള്ള പകരം ചോദിക്കലിനായി നമ്മൾ എല്ലാ സന്നാഹങ്ങളും അവിടെ തയ്യാറാക്കി അതിൽ ഭയന്നു വിറച്ച് ചൈന പിന്മാറുന്ന കാഴ്ചയും കണ്ടതാണ് ശ്രീ റോണി കെ ബേബി. അതുമാത്രമല്ല, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ പറഞ്ഞ മതം തന്നെയാണ് അവസാന മണിക്കൂറുകളിലും പറയേണ്ടത് നമുക്ക്. കാരണം മതം ചോദിച്ചു തന്നെയല്ലേ നിറയൊഴിച്ചത്. അവിടെ എങ്ങനെയാണ് മതം ഒളിച്ചു കടത്തുന്നു എന്ന് പറയാൻ സാധിക്കുന്നത്? മതം ചോദിച്ച് കൽമ പറയാൻ പറഞ്ഞ് അത് പറയാത്തവരെ നോക്കി നിറതോക്കിന് മുന്നിൽ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി വെടിവെച്ചിടുമ്പോൾ അതെങ്ങനെയാണ് മതമല്ലാതാകുന്നത്? ശ്രീ യുവരാജ് ഗോകുൽ, പഹൽഗാം ഭീകരാക്രമണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മതം ഒളിച്ചു കടത്തുകയാണ് എന്നുള്ള ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. എന്താണ് പ്രതികരിക്കാനുള്ളത്? ഒന്നാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞ ഈ നേവി ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഏറ്റവും ആദ്യം വന്നത്. അവർ പറഞ്ഞത്, അവർ ആ സംഭവത്തിനെ വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു: ഞാൻ ഭേൽപൂരി കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2 പേരടുത്ത് വന്നു. എന്നിട്ട് ഭർത്താവ് അടുത്ത് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ മതം എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം ഹിന്ദു ആണ് എന്ന് പറഞ്ഞു.
അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു. ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വിധവയായിട്ടുള്ള ഇപ്പോൾ ആ ഭാര്യ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്റ്റേറ്റ്മെൻറ്റ് അത് അദ്ദേഹത്തിൻ്റെത് മാത്രമല്ല, നമ്മുടെ കൊച്ചിയിലെ എറണാകുളത്തെ രാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മകൾ പറഞ്ഞു. അവിടെ മരണപ്പെട്ട ഏതാണ്ട് എല്ലാവരും തന്നെ അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ലഭിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ മുഴുവനും പുരുഷന്മാരുടേതാണ്. ആ പുരുഷന്മാരുടെ മൃതദേഹങ്ങൾ മുഴുവനും അരയ്ക്ക് താഴേക്ക് വിവസ്ത്രമാക്കപ്പെട്ട തലത്തിലായിരുന്നു പല മൃതദേഹങ്ങളും. അതെന്തിനായിരുന്നു, മതം തിരയുകയായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും താഴേക്ക് പ്രചരിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങളും ആ തരത്തിൽ തന്നെയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഒരു വളരെ പ്രമുഖനായ വ്യക്തി ഇതിനകത്തേക്ക് മതം കുത്തിക്കയറ്റിയെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേര് റോബർട്ട് വധേര എന്നാണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഇന്ത്യയിൽ ഹിന്ദുത്വ ഭരണം നടക്കുന്നുണ്ട്, ആ ഹിന്ദുത്വ ഭരണത്തിന് പ്രതികാരമായിട്ടാണ് ഈ പറയുന്നത് പോലെ മതം നോക്കി മുസ്ലിം തീവ്രവാദികൾ ആൾക്കാരെ കൊന്നത് എന്ന് പറഞ്ഞു വെച്ച ആളുടെ പേര് റോബർട്ട് വധേര എന്നാണ്. അതുകൊണ്ട് റോണി കെ ബേബിക്ക് അതിനകത്ത് എന്തെങ്കിലും വിഷയമോ പ്രശ്നമോ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സാധിക്കുമെന്നുണ്ടെങ്കിൽ നേരെ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് പോവുക, പ്രിയങ്ക ഗാന്ധിയുടെ വീട്ടിലേക്ക് പോവുക, നിങ്ങളുടെ ആസ്ഥാന അളിയനെ വിളിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ട് ഇമ്മാതിരി വൃത്തികേട് കാണിക്കരുതെന്ന് അദ്ദേഹത്തോട് പറയുക. അല്ലാണ്ട് അങ്ങ് ചാനലിൽ വന്നിരുന്ന ആത്മരോഷം കൊള്ളുന്നത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 2, മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അങ്ങ് ഇവിടെ വിശദമാക്കിയതിനകത്തും വിശദീകരിച്ചതിനകത്തും വലിയ സന്തോഷമുണ്ട്. കാരണം 1 പറഞ്ഞ് 2 അമേരിക്കയുടെ അടുത്തേക്ക് ഓടുക, 1 പറഞ്ഞ് 2 വേറെ എവിടെയെങ്കിലും പോയിട്ട് പരാതി പറയുക, ഇതിനപ്പുറത്തേക്ക് എന്താണ് നമ്മൾ ചെയ്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇതിന് പരിഹാസ രൂപേണയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അന്ന് മൻമോഹൻ സിംഗിനെ നോക്കിയിട്ട് ദേഹത്തി ഔരത്ത് എന്ന് വിളിക്കുന്ന സാഹചര്യം ഉണ്ട്. അതായത് എന്താണ്, ഗ്രാമത്തിലുള്ള തൊട്ടപ്പുറത്ത് പോയി പരാതി പറഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീയോട് ഉപമിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയെ പറയുന്ന സാഹചര്യം ഉണ്ടാക്കി വെച്ചതും ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ പ്രവർത്തന ശൈലി തന്നെയായിരുന്നു. കാരണം എന്താണ്, ഇവിടെ NIA ഉണ്ടാക്കിയിട്ട് തെളിവ് എടുത്തുകൊണ്ട് അമേരിക്കയുടെ അടുത്ത് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണെന്ന് അടിസ്ഥാനം. എന്നിട്ട് അങ്ങ് പറയുന്നത് 2008 മുതൽ എന്താണ് ഇന്ത്യയുടെ ശ്രമം കാരണമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ തീവ്രവാദ രാജ്യമായിട്ട്, ഇന്ത്യയുടെ ശ്രമങ്ങളെയോ ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികളുടെ കഴിവിനെയോ ആ അന്വേഷണത്തിനുള്ള തെളിവുകളെ പുറത്തോട്ട് കൊണ്ടുവന്നതിനെ ഒന്നും ഞാൻ തന്നെ കുറച്ചൊന്നും കാണുന്നില്ല. പക്ഷേ എല്ലാം കൂടി UPA സർക്കാർ ചെയ്തുകൊണ്ടാണെന്ന് പറയുന്നത്. 2011 പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വെച്ചിട്ട് ബിൻ ലാദനെ പാകിസ്ഥാൻ അകത്ത് കയറി കൊന്നിട്ട് പോകുന്നത്. അപ്പോൾ 2011 അബോട്ടാബാദിൽ അത്തരത്തിലൊരു ഓപ്പറേഷൻ നടക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് എത്രയോ കാലം മുതൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഈ പറയുന്ന ലോകരാജ്യങ്ങളുടെ റഡാറിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലായി. 2011 കൊല്ലുന്നതിൻ്റെ തലേന്നോ അല്ലെങ്കിൽ 6 മാസം മുമ്പ് 1 കൊല്ലം മുമ്പോ ഒന്നും ആയിരിക്കില്ല അവരുടെ റഡാറിൽ അതുള്ളത്, അതിനും വളരെ മുമ്പ് തന്നെ ഉണ്ടാവും. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എന്താണ്, അതൊരു തീവ്രവാദ രാജ്യമാണ് എന്നുള്ളതിനുള്ള തെളിവ് വ്യക്തമായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ വയ്ക്കുവാൻ വേണ്ടിയിട്ട് മാറി മാറി ഭരിച്ച സർക്കാരുകൾക്ക്, അത് UPA സർക്കാരായിക്കൊണ്ട് പോട്ടെ, കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിച്ച സർക്കാരായിക്കൊണ്ട് പോട്ടെ, NDA ഭരിച്ച വാജ്പേയി സർക്കാരായിക്കൊണ്ട് പോട്ടെ, അതിനുശേഷമുള്ള നരേന്ദ്രമോദി സർക്കാരിനാകട്ടെ, ഇതിനെല്ലാത്തിനും നിരന്തരമായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. പിന്നെ അങ്ങ് പറഞ്ഞു ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ ആക്രമണങ്ങൾ 2008 ശേഷം എന്താണ് തീവ്രവാദ ആക്രമണങ്ങളൊന്നും തന്നെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന്. സാർ, 2014 ശേഷം ഉണ്ടായിരിക്കുന്ന തീവ്രവാദ ആക്രമണങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ട് ഒരു പരിധിവരെയെങ്കിലും അവർക്ക് പെട്ടെന്ന് അക്സസിബിൾ ആകുന്ന പ്രദേശങ്ങളിൽ മാത്രം അവരുടെ ഒരു സേഫ് ടെററിലൊക്കെ ഒരു റീജിയണിലൊക്കെ കയറി, അതും വലിയ ഗ്യാപ്പിൽ 2016 പിന്നെ 19 അത് കഴിഞ്ഞ് 25 ഇത്തരത്തിലുള്ള ഗ്യാപ്പിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ കാലത്ത് നടന്നിരിക്കുന്നതിനകത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ വലുതാണ്. 166 പേര് സിവിലിയൻസ് കൊല്ലപ്പെട്ട മുംബൈ താജ് അറ്റാക്ക് എന്ന് പറയുന്ന ആ താജ് അറ്റാക്കിന് ശേഷം നടക്കുന്ന ചെറിയ ചെറിയ ആക്രമണങ്ങൾ, അതായത് 10 പേരോ 15 പേരോ 5 പേരോ ഒക്കെ കൊല്ലപ്പെടുന്ന ആക്രമണങ്ങളെ ആരും തന്നെ വലിയ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ദിവസവും നിരന്തരം നമ്മുടെ പത്രമാധ്യമങ്ങളിലാകട്ടെ നമ്മുടെ ന്യൂസ് ചാനലുകളിലാകട്ടെ കാശ്മീരിൽ ഇന്നയിടത്ത് പൊട്ടിത്തെറി, ഇന്നയിടത്ത് പ്രശ്നം, ഇവിടെ ഇത്ര സൈനികർ കൊല്ലപ്പെട്ടു, വാർത്ത ഒഴിഞ്ഞ സമയം ഏതായിരുന്നു സാറേ ഉണ്ടായിരുന്നത്? നമ്മുടെ 5 സൈനികരുടെ തല വെട്ടിയെടുത്തുകൊണ്ട് പോയത് 2013 പാകിസ്ഥാൻ സേന. നിങ്ങളെന്താ അതൊക്കെ മറന്നുപോയോ ഇപ്പോൾ വന്നിരുന്നിട്ട്? 2008 ശേഷം തീവ്രവാദ ആക്രമണങ്ങളെ ഉണ്ടായിട്ടില്ല. 2008 ശേഷം ഈ പറയുന്ന പോലത്തെ സിവിലിയൻ മേഖലകളിൽ കയറിയിട്ടുള്ള
തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. അതിന് മുമ്പ് ബാംഗ്ലൂരിലും കോയമ്പത്തൂരിലും മുംബൈയിലും ഒക്കെ നമ്മുടെ മാർക്കറ്റുകളിൽ പൊതുനിരത്തുകളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് പോലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. 2008 ശേഷം ഇതുവരെയും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഈ രാജ്യത്ത്. കാരണം നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ കുറേയും കൂടി ശക്തിപ്പെട്ടിട്ടുണ്ട്. NIA UPA സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്, അഭിനന്ദനാർഹമാണ്. ആ NIA ഇന്ന് വളരെ ശക്തിപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആ NIAക്കെതിരെ നിരന്തര ആരോപണം ഉന്നയിച്ചുകൊണ്ട് കിടക്കുന്നത് നിങ്ങളുടെ നേതാക്കളൊക്കെ തന്നെയാണ്. ചില തീവ്രവാദികളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് NIA പൂട്ടിക്കൊണ്ടുവരുന്ന തീവ്രവാദികൾക്ക് വേണ്ടി രാത്രി 2 മണിക്ക് പോയി സുപ്രീം കോടതി തുടർന്ന് അവിടുത്തെ വക്കീലന്മാരെയൊക്കെ വിളിച്ചുണർത്തി ജഡ്ജിയെ വിളിച്ചിരുത്തി ഈ തീവ്രവാദികൾക്ക് വേണ്ടി വാദിക്കുന്നത് നിങ്ങളുടെയൊക്കെ നേതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ മഹത്വമൊന്നും കൂടുതൽ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു വശത്ത് ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇനി ചൈനയുടെ കാര്യം പറഞ്ഞു. ഈ ചൈന ഗാൽവാനിൽ നമ്മുടെ കുറച്ച് സൈനികരെ വധിച്ചു. സംഭവം ശരിയാണ്. 10-20 സംഖ്യയിനകത്തുള്ള സൈനികരുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സൈന്യം അവിടെ വെച്ച് തന്നെ അതിൻ്റെ ഇരട്ടിയിലധികം ചൈനീസ് പട്ടാളക്കാരെ കാലപുരിക്ക് അയക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതെന്താ അങ്ങ് കാണാത്തത്? നമ്മുടെ സൈന്യം അത് ചെയ്തു എന്നുള്ളത് അങ്ങ് എന്താ അത് കാണാത്തത്? അവരിങ്ങോട്ട് ആക്രമിച്ചത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. പിന്നെ ചൈന ഇത്തരത്തിൽ കയറി വരുന്നൊരു സാഹചര്യം ആരാ ഉണ്ടാക്കി വെച്ചത്? അങ്ങ് പറഞ്ഞു നമുക്ക് ഏതൊക്കെ ഭൂമി നഷ്ടപ്പെട്ടു, ചൈന ഇങ്ങോട്ട് കയറി വന്നു, നമുക്ക് ഭൂമി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. 1 സെൻറ്റ് ഭൂമി നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ചൈന കൈയടക്കിയതിനുള്ള തെളിവ് അങ്ങ് ഇവിടെ കാണിച്ചു തരാൻ അങ്ങേക്ക് വേണ്ടി സാധിക്കുമോ? അങ്ങയുടെ നേതാവ് രാഹുൽ ഗാന്ധിയോട് കാലങ്ങളായിട്ട് BJP ചോദിക്കുകയാണ്. അദ്ദേഹം പലയിടത്തും ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്ത്യയുടെ 1 സെൻറ്റ് ഭൂമി 2014 ശേഷം ചൈന കയ്യേറിയത് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട് ഇതുവരെ അദ്ദേഹത്തിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. പ്രോപ്പറായിട്ട് ദേ ഇന്ന സ്ഥലത്തുള്ള ഭൂമി നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. പിന്നെ അങ്ങേക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ കോൺഗ്രസ് ഇങ്ങനെ വൃഥ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്, കാര്യമൊന്നുമില്ല. ചൈന ഇന്ത്യയുടെ ഭൂമി കയ്യേറിയിട്ടുണ്ട്, ഇന്ത്യക്ക് ഭൂമിയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ചെറിയ ഭൂമി 1 സെൻറ്റോ 10 സെൻറ്റോ 1 ഏക്കറോ 2 ഏക്കറോ ഒന്നും അല്ല, കിലോമീറ്റർ കണക്കിനുള്ള ഭൂമി ഇന്ത്യക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങയുടെ വലിയ നേതാവ് നെഹ്റു ഭരിച്ചുകൊണ്ടിരുന്ന കാലത്താണ്. ഹിന്ദി ചീനി ബായി ബായി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന സമയത്ത് ചൈന കയറി നമ്മുടെ പ്രദേശം ടിബറ്റിൻ്റെ മേഖല മുഴുവൻ പിടിച്ചോണ്ട് പോയതിന് ശേഷം ഒരു പുല്ലുപോലും കിടർക്കാത്ത സ്ഥലം മാത്രമാണ് ചൈന കൊണ്ടുപോയത് എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ മുമ്പിൽ അപഹാസ്യനായി ചിരിച്ചതും അങ്ങയുടെ നേതാവ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ചൈനയുടെ മഹത്വം ഒന്നും പറയണ്ട. അങ്ങേക്ക് ചൈനയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ UPA സർക്കാർ ഇരുന്ന ഒന്നാം UPA സർക്കാരാണെന്ന് ഒന്നാം UPA സർക്കാർ ഇരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ രാഹുൽ ഗാന്ധിയും നിങ്ങളുടെ സോണിയാഗാന്ധിയും ഒക്കെ പോയിട്ട് ചൈനീസ് ഗവൺമെന്റുമായിട്ട് ഒരു രഹസ്യ MOU കോൺഗ്രസ് ഒപ്പിട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ എന്ത് MOU ആണ് ഒപ്പിട്ട് കൊടുത്തതെന്ന് പറയാമോ? ചൈനയോട് വലിയ വിരോധമാണല്ലോ നിങ്ങൾക്ക്, പിന്നെന്തിനാ നിങ്ങൾ പോയി MOU ഒക്കെ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയത്? അപ്പോൾ എന്താ ഈ വാസവദത്തയുടെ ചാരിത്ര്യ പ്രസംഗം പോലെ വന്നിരുന്നുകൊണ്ട് ഈ ഇത്തരം വിഷയങ്ങൾ പറയരുത് എന്ന് ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കുക. ശരി, ശ്രീ യുവരാജ് ഗോകുൽ, സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. പാകിസ്ഥാനെതിരെ ഭാരതം സ്വീകരിക്കുന്ന ശക്തമായ നടപടികൾ ഭീകരവാദത്തിനെതിരെ ദേശസുരക്ഷ സംരക്ഷിക്കാൻ അത്യന്താപേക്ഷിതമാണ്. തീവ്രവാദത്തിനെതിരായ നിലപാടുകളിലൂടെയും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ആഹ്വാനത്തിലൂടെയും ഭാരതം ലോകത്തിന് നൽകുന്ന സന്ദേശത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: ഭാരതത്തിന്മേലുള്ള ഏത് കടന്നുകയറ്റവും അതിന് ശക്തമായ തിരിച്ചടി നൽകും എന്നുള്ളത് തന്നെയാണ്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.